ഓം ശാന്തി. എട്ട് 8/2025। बाबा कहते मीठे बच्चे, सदा इसी खुशी में रहो कि हमने 84 का चक्र पूरा किया। अब जाते हैं अपने घर, बाकी थोड़े दिन यह कर्मभोग है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, സദാ ഈ സന്തോഷത്തിലിരിക്കൂ. ഞാൻ 84 ജന്മത്തിൻ്റെ ചക്രം പൂർത്തിയാക്കി. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ കർമ്മത്തിൻ്റെ കണക്കുകളൊക്കെ തീർക്കാൻ. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇനി ബാബ ചോദ്യം ചോദിക്കുകയാണ്, विकर्माजीत बनने वाले बच्चों को विकर्मों से बचने के लिए किस बात पर बहुत ध्यान देना है? അതായത് ബാബ ചോദിക്കുകയാണ്, വികർമാജീത്തായിട്ട് മാറുന്ന കുട്ടികൾക്ക്, വികർമാജീത്തായി മാറുന്ന കുട്ടികൾക്ക് വികർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏത് കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കണമെന്ന് ബാബ ചോദിക്കാം. ഏത് കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്? സദാ നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ദേഹാഭിമാനത്തിലേക്ക് വരുമ്പോഴാണ് വികർമ്മം ഉണ്ടാകുന്നത്. ദേഹാഭിമാനത്തിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. ദേഹാഭിമാനത്തിൽ വരുമ്പോഴാണല്ലോ വികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ദേഹാഭിമാനം വരാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതാ ബാബ പറയുന്നത്, जो सर्व विकर्मों की जड़ देहाभिमान है, उस देहाभिमान में कभी ना आए, यह ध्यान रखना है. അതായത് ബാബ പറയാണ്, ആരാണോ സർവ അല്ലേ, ഈ ദേഹാഭിമാനം എന്ന് പറഞ്ഞാല് സർവ വികർമ്മങ്ങളുടെയും വേരാണെന്ന് പറയാം അല്ലേ. അപ്പൊ വേരിൽ നിന്നാണല്ലോ വൃക്ഷം ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് ബാബ പറയാണ്, ഈ ദേഹാഭിമാനത്തിൽ ഒരിക്കലും മക്കൾ വരാൻ പാടില്ല. ഇത് ശ്രദ്ധ വയ്ക്കണം. ദേഹാഭിമാനം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ വയ്ക്കണം. इसके लिए बार बार ദേഹി അഭിമാനി ബൻ ബാപ്കോ യാദ് കർണ ഹൈ. അതിനു വേണ്ടി ബാബ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയാണ്, ദേഹി അഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കണം. അച്ഛേ ഓർ ബുരി കാ ഫൽ ജറൂർ മിൽത്താ ഹൈ, അന്ത് മേ വിവേക് ഖാത്താ ഹൈ. ബാബ പറയാണ്, നല്ലതും മോശവുമായ ഫലം തീർച്ചയായിട്ടും കിട്ടും അല്ലേ. അപ്പം അവസാനം നമ്മുടെ വിവേകം നമ്മളെ കാർന്നു തിന്നും. ഇപ്പം നമ്മൾ ഒരു വികർമ്മം ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ആ സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ വിഷമം വരും നമുക്ക്. ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ ഒരു വികർമ്മം ചെയ്തില്ലേ, അങ്ങനെ മനസ്സ് നമ്മളെ കാർന്നു തിന്നും പറയാം. लेकिन इस जन्म के पापों का बोझ को हल्का करने के लिए बाप को सच सच सुनाना है. അപ്പം ബാബ പറയാണ്, ഈ ജന്മം, അപ്പം നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ ആ പാപങ്ങളുടെ ഭാരത്തെ ഒന്ന് കുറയ്ക്കാൻ, പാപങ്ങളുടെ ഭാരം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ തെറ്റ് ചെയ്തത് അത് നമ്മൾ സത്യമായിട്ട് ബാബയെ കേൾപ്പിക്കണം. ബാബ,
ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിച്ചു പോയി. ഈ ജന്മത്തെ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്. അപ്പം അത് ബാബയോട് കേൾപ്പിക്കണം, സത്യം സത്യമായിട്ട് കേൾപ്പിക്കണമെന്ന് ബാബ പറയാം. ഓം ശാന്തി. ബഡേത്തെ ബഡി മൻസിൽ ഹെ യാദ് കെ. ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഓർമ്മയാണ്, അല്ലെ? ലക്ഷ്യമാണ് ഓർമ്മയുടെ. ബഹുത്തോം കോ സിർഫ് സുനനെ കാ ശൗഖ് രഹതാ ഹൈ, ജ്ഞാൻ കോ സമझना तो बहुत सहज है. ബാബ പറയാണ്, ഒരുപാട് പേർക്ക് കേവലം കേൾക്കുന്നതിൻ്റെ ലഹരി ഉണ്ടാവും. ജ്ഞാനത്തെ മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. ബാബയുടെ ജ്ഞാനം മനസ്സിലാക്കാൻ കുറച്ച് ഈസിയാണ്. 84 का चक्र को समझना സ്വദർശന ചക്രധാരി ബന്ന. 84 ജന്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. 84 ജന്മത്തിന്റെ ചക്രം മനസ്സിലാക്കണം. പിന്നെ സ്വദർശന ചക്രധാരിയായിട്ട് മാറും. ഇതാണ് ഇപ്പം നമ്മൾ ചെയ്യേണ്ടത്. ജാസ്തി കുച്ച്, കൂടുതലൊന്നും നിങ്ങൾ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട, ഇത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയാൻ. തും ബच्चे समझते हो हम सब സുദർശൻ ചക്രധാരി है. ബാബ ചോദിക്കുക, മക്കളെ നിങ്ങൾക്കറിയാമോ നമ്മളെല്ലാവരും സ്വദർശന ചക്രധാരികളാണ്. സ്വദർശന ചക്രസെ കൊയ്ക്ക ഗല നീ കടത്തെ. അപ്പം ബാബ പറയാണ്, സ്വദർശന ചക്രത്തിലൂടെ ആരുടെയും തലയൊന്നും വെട്ടുന്നില്ല. നമ്മൾ കഥകളിൽ കേട്ടിരിക്കുന്നത് എന്താണ്, അല്ലേ? വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ചക്രം ഉപയോഗിച്ച് ഒരുപാട് പേരുടെ കഴുത്തറുത്തു, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്. ബാബ പറയാം, അങ്ങനെ കഴുത്തറക്കണ കാര്യമൊന്നും നടക്കുന്നില്ല. ജैसे श्री कृष्ण के लिए दिखाया है. अब यह ലക്ഷ്മി നാരായൺ വിഷ്ണു കെ ദോ രൂപ है. ലക്ഷ്മി നാരായണൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ, അല്ലെ? ഇപ്പൊ വിഷ്ണുവിനെ കാണിക്കുമല്ലോ 4 കൈകളോടെ. ശരിക്കും എന്താണ്? വിഷ്ണുവിൻ്റെ 2 രൂപങ്ങളാണ് ലക്ഷ്മിയും നാരായണൻ. ക്യാ ഉൻകോ സുദർശൻ ചക്ര ഹേ? ബാബ ചോദിക്കുകയാണ്, ലക്ഷ്മി നാരായണന് സുദർശന ചക്രം ഉണ്ടോ? അവർക്ക് സുദർശന ചക്രത്തിന്റെ ആവശ്യമില്ല. ഈ സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമല്ല സുദർശന ചക്രം. അതിന് പകരം സ്വയത്തെ തിരിച്ചറിയാനുള്ള ഒരു ഉപയോഗം. അതായത് ഞാൻ ആരായിരുന്നു, ഇപ്പം ഞാൻ ആരാണ്, നാളെ ഞാൻ ആരാകും. സ്വയത്തെ ഒന്ന് ദർശിക്കുക, സ്വയത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അതാണ് സുദർശന ചക്രം. അല്ലാതെ കൊല്ലുന്ന ഒരു ആയുധമല്ല സുദർശന ചക്രം. എന്നിട്ട് ബാബ പറയാണ്, फिर ശ്രീകൃഷ്ണ കോ ചക്ര ക്യോं ദിഖാത്തെ ഹെ? ബാബ ചോദിക്കുക, പിന്നെ എന്തിനാണ് ശ്രീകൃഷ്ണന് സുദർശന ചക്രമൊക്കെ കാണിച്ചു വെച്ചിരിക്കണെന്ന് ബാബ ചോദിക്കാം. एक मैगजीन निकालते हैं जिसमें श्री कृष्ण के ऐसे बहुत चित्र दिखाते हैं. ഒരു മാഗസിൻ ഉണ്ട്, അതിൽ ശ്രീകൃഷ്ണന്റെ കുറേ ചിത്രങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട് എന്ന് പറയാം. കുറേ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ബാബ പറയാം, ബാപ് തോ ആകർ തുമേ രാജയോഗ സിഖാത്തെ ഹെ നാ കി ചക്ര സെ അസുരോ കോ ഘാത് കർത്തെ. ഇവിടെ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ട് നമ്മളെ രാജയോഗമാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ ഭഗവാൻ വന്ന് കുറേ അസുരന്മാരുടെ തലകളും മുറിച്ചു കളയുക, അല്ലെങ്കിൽ അവിടെ കുറെ, ഈ അസുരൻ എന്ന് പറയുന്നതും ഒരു മനുഷ്യനായിട്ടാണല്ലോ അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ തല കളയുന്നതൊന്നും അല്ല എന്ന് പറയാം. എന്നിട്ട് ബാബ പറയാ, അസുരൻകോ കഹാ ജാതാ ഹെ ജിൻകാ ആസുരീയ സ്വഭാവ ഹെ. അസുരൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലല്ലോ. യഥാർത്ഥത്തിൽ അസുരൻ എന്ന് ആരെയാ പറയുന്നത്? ആരുടെയാണോ സ്വഭാവം ആസുരീയ സ്വഭാവമായിരിക്കും, അസുരന്റെ സ്വഭാവമായിരിക്കണം. അപ്പൊ സാധാരണ ലോകത്തിലും പറയില്ലേ, ഏതെങ്കിലൊക്കെ ആരെങ്കിലും മോശമായിട്ടൊക്കെ കർമ്മം ചെയ്താൽ എന്ത് പറയും? നിങ്ങള് അസുരന്റെ സ്വഭാവമാണല്ലോ നിങ്ങൾക്ക്, പറയില്ലേ? അതാണെന്ന് ബാബ പറയാം. അപ്പൊ സ്വഭാവമാണ് അസുരൻ്റെതായിട്ട് മാറുന്നത്. ബാക്കി മനുഷ്യത്വം മനുഷ്യഹന, ബാക്കി മനുഷ്യൻ തന്നെയാണ്. അല്ലാതെ മനുഷ്യന് 2 കൊമ്പും 2 പല്ലും, അല്ലെ, ഭീകര രൂപമൊന്നും ഉണ്ടാവില്ല അസുരനാന്ന് പറഞ്ഞിട്ട്. സ്വഭാവത്തിലാണ് മാറ്റം വരുന്നത്. എന്നിട്ട് ബാബ പറയാം, ഐസെ നെഹി സുദർശന ചക്രസേബായിട്ട് സബ്കോ മാർത്തെ. വീണ്ടും ബാബ ഓർമ്മിപ്പിച്ചു തരാണ്, എല്ലാവരെയും ഇങ്ങനെ ചക്രം ഉപയോഗിച്ച് കൊല്ലുക അങ്ങനെയൊന്നുമില്ല. ഭക്തി മാർഗമേ ക്യാ ക്യാ ചിത്രമായിട്ട് ബനായ ഹെ. ബാബ പറയാണ്, ഭക്തി മാർഗത്തില് മക്കളെ എന്തൊക്കെ ചിത്രങ്ങളാണ് ഇരുന്ന് ഉണ്ടാക്കി വെച്ചിരിക്കണേന്ന് ബാബ ചോദിക്കാം. ഭക്തിമാർഗത്തില് എന്തൊക്കെ ചിത്രങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? രാത്ത് ദിൻ കാ ഫരക്ക് ഹെ.
രാത്രിയും പകലും വ്യത്യാസമുണ്ടെന്ന് ബാബ പറയാം. രാത്രിയും പകലും വ്യത്യാസമുണ്ട്. തും ബച്ചോം കോ ഇസ് സൃഷ്ടി ചക്ര ഓർ സാരെ ഡ്രാമ കോ ജാനനാ ഹൈ. അതായത് ബാബ പറയാണ്, നമ്മളുണ്ടല്ലോ ഇപ്പോ മുഴുവൻ സൃഷ്ടി ചക്രത്തെയും മുഴുവൻ ഡ്രാമയെയും നമ്മളിപ്പോ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാണ്? അപ്പോ ബാബ പറയണ മുഴുവൻ ഡ്രാമയെയും നമ്മൾ മനസ്സിലാക്കണമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, ഐസേ നഹി സ്വദർശന ചക്രസേബായിട്ട് സബ്കോ മാർത്തെ അല്ലെ, എല്ലാവരെയും ഇങ്ങനെ ചക്ര ഉപയോഗിച്ച് കൊല്ലുന്ന പരിപാടിയൊന്നും ഇല്ല. ഹം സബ് ആക്ടേഴ്സ് ഹെ, നമ്മളെല്ലാവരും ആരാണ്? ആക്ടേഴ്സ് ആണെന്ന് ബാബ പറയാണ്. നമ്മളെല്ലാവരും ആക്ടേഴ്സ് ആണ്. വഹദ് ആക്ടേഴ്സ് തോ ഡ്രാമ കോ ജാനത്തെ. പരിധിയുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്രാമയെ അറിയുന്നുണ്ട് എന്ന് പറയാം. യഹ് ബിഹദ് ക ഡ്രാമ, ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇസ്മേ ഡീറ്റെയിൽ മേ നഹീ സമജ് സക്തേങ്കി. ബാബ പറയണ ഇതില് ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കാൻ പെട്ടെന്നൊന്നും പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതും ബാബ പറയാ, ബഹുതോ ദോ ഗണ്ടേ ക ഡ്രാമ ഹോത്താ. ലോകത്തിൽ സാധാരണ 2 മണിക്കൂറിന്റെ നാടകമാണല്ലോ ഉണ്ടാകുന്നത്. ഡീറ്റെയിൽ മേ പാട്ട് ജാനത്തെ ഹെ, ഡീറ്റെയിൽ ആയിട്ട് പാർട്ടുകൾ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഏത് 84 ജന്മങ്ങൾക്ക് ജാനാത്ത. ഇവിടെ 84 ജന്മങ്ങളെ നമ്മൾ അറിയണം. 84 ജന്മങ്ങളെ നമ്മൾ അറിയണം. ബാപ്നെ സംജായ ഹേ मैं ब्रह्मा के रिदु में प्रवेश करता हूँ. ബ്രഹ്മ की भी 84 ജന്മോं का कहानी चाहिए. അപ്പൊ ബാബ പറയാണ്, ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാൻ ബ്രഹ്മാവിന്റെ രഥത്തിൽ പ്രവേശിക്കുകയാണ് അല്ലെ. അതായത് ബ്രഹ്മാവിനും 84 ജന്മങ്ങൾ ഉണ്ട് എന്ന് ബാബ പറയണം. ബ്രഹ്മബാബയും 84 ജന്മം എടുക്കുമല്ലോ അല്ലെ. ബ്രഹ്മബാബയുടെയും 84 ജന്മത്തിന്റെ കഥയുണ്ട്. മനുഷ്യന്റെ ബുദ്ധിമേ ഈ ബാത്തെ ആന സഖേ. പക്ഷെ മനുഷ്യരുടെ ബുദ്ധിയിൽ ഇതൊന്നും വരില്ല എന്ന് ബാബ പറയാം. യഹ് നഹി സമജ്തേ കി 84 लाख ജന്മം ഹെ യാ 84 ജന്മം ഹെ. അപ്പൊ ബാബ പറയാണ്, മനുഷ്യർക്ക് ഇത് മനസ്സിലാവുന്നില്ല. 84 ലക്ഷം ജന്മമാണോ അതോ 84 ജന്മമാണോ, ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാം, बाप कहते हैं तुम्हारे 84 जन्मों का कहानी सुनाता. ബാബ പറയണ, മക്കളെ ഞാൻ നിങ്ങളുടെ 84 ജന്മത്തിന്റെ കഥ കേൾപ്പിക്കുകയാണ്. 84 लाख जन्म हो तो कितने वर्ष सुनाने में लग जाए. അതായത് 84 ലക്ഷം ജന്മം ഉണ്ട് എന്ന് വിചാരിക്കാം, ലക്ഷം. അങ്ങനെയാണെങ്കിൽ ബാബ പറയാ, ഈ 84 ലക്ഷം ജന്മങ്ങളുടെ കഥ പറയാൻ എത്ര വർഷം എടുക്കുന്നു ബാബ ചോദിക്കാൻ അല്ലെ. 84 ജന്മങ്ങളുടെ കഥ 89 വർഷമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ 84 ലക്ഷം എന്നൊക്കെ പറഞ്ഞാലോ. അപ്പൊ ബാബ പറയണ, എത്ര സമയം എടുക്കും? തും തോ സെക്കൻഡ് മേ ജാൻ സക്തേ ഹോ, ജാൻ ജാത്തേ ഹോ യേ 84 ജന്മോं का कहानी. പക്ഷെ ബാബ പറയണ, മക്കളെ അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ സെക്കൻഡിൽ മനസ്സിലാക്കുന്നുണ്ട്. 84 ജന്മങ്ങളുടെ കഥയുണ്ടല്ലോ, അത് സെക്കൻഡിൽ മനസ്സിലാക്കും അല്ലെ. ഇത് 84 ജന്മങ്ങളുടെ കഥയാണ്. हमने 84 का चक्र कैसे लगाया है. 84 लाख हो तो സെക്കൻഡ് തോടെ ही समझ सकते. ഇത് 84 ജന്മത്തിന്റെ ചക്രമാണ്. എങ്ങനെയാണത് കറങ്ങുന്നത്, അതേപോലെ ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ 84 ലക്ഷം ജന്മം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബാബ പറയാ, സെക്കൻഡിലൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. സെക്കൻഡിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, 84 लाख ജന്മം തോ ഹേ നഹി.
84 ലക്ഷം ജന്മങ്ങളില്ല മക്കളെ എന്ന് ബാബ പറയാൻ. തും ബച്ചോം കോ ഭി ബഹുത്ത് ഖുഷി ഹോനി ചാഹിയെ. നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കണം. ഹമാര 84 കാ ചക്ര പൂരാ ഹോ. നമ്മുടെ 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയായി. അബ് ഹം ഘർ ജാത്തെ ഹേ. ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി തോടെ ദിൻ യഹ് കർമ്മ പോക. ഇനി കുറച്ച് സമയം കൂടെ ഈ കർമ്മത്തിന്റെ കണക്കുകളൊക്കെ ഒന്ന് തീർക്കണ്ടേ. അതിന് കുറച്ച് കർമ്മത്തിന്റെ കണക്കുകളൊക്കെ ഉണ്ട്. വികർമ്മ ഭസ്മ ഹോ കർമാതീത അവസ്ഥ കൈസെ ഹോ ജായേ. इसके लिए यही युक्ति बताई है. അതായത് വികർമ്മം ഭസ്മമാകണം, അങ്ങനെ കർമാതീത അവസ്ഥ വരണം. എങ്ങനെ വരും? അപ്പൊ ബാബ പറയാണ് ഇതിനു വേണ്ടി ബാബ നമുക്ക് യുക്തികളൊക്കെ പറഞ്ഞു തരാം. കർമാതീത അവസ്ഥ വരാനും വികർമ്മം വിനാശമാകാനൊക്കെ ഉള്ള യുക്തികൾ പറഞ്ഞു തരാണ്. ബാക്കി സമझाते हैं इस जन्म में जो भी विकर्म किए हैं वह लिख कर दो तो बोझ हल्का हो जाए. ബാക്കി ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ ഈ ജന്മം എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, ഈ ജന്മം എന്തൊക്കെ തെറ്റുകൾ വികർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, എഴുതിയിട്ട് ബാബയെ ഏൽപ്പിക്കണം. ബാബയ്ക്ക് നമ്മൾ എഴുതി കൊടുക്കാൻ പറയാൻ അല്ലേ. എല്ലാ വികർമ്മങ്ങളുടെ ഭാരവും ബാബയ്ക്ക് എഴുതി കൊടുക്കാം. അപ്പം ഭാരം എന്താകും, ഇല്ലാതാവും, ഭാരരഹിതമാവും. അതുകൊണ്ട് നമ്മളെപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ ആരും വായിക്കരുത് കേട്ടോ. നമ്മൾ ലെറ്റർ എഴുതിയിട്ട് അപ്പോഴേ കീറിക്കളയാം. എന്തൊക്കെയായാലും എഴുതിയാൽ എന്ത് വേണമെങ്കിലും ഭഗവാനോട് എഴുതാം. എല്ലാം എഴുതിയിട്ട് നന്നായിട്ട് ബാബയെ ഓർമ്മിച്ചത് കീറിക്കളയണം. കഴിഞ്ഞ ദിവസം ഒരാളെ എക്സ്പീരിയൻസ് പറയുന്നുണ്ടായിരുന്നു. ബാബയ്ക്ക് ലെറ്റർ എഴുതിയവര്. അപ്പൊ ബാബയ്ക്ക് ലെറ്റർ എഴുതിയപ്പോൾ അതിൽ അമ്മമ്മേനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങളൊക്കെ എഴുതിയായിരുന്നു. കുറ്റങ്ങളെന്ന് പറഞ്ഞാൽ ബാബ ആ അമ്മമ്മനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ അങ്ങനെ എഴുതിയപ്പോൾ അത് ഈ കുട്ടി കളഞ്ഞില്ല, കയറി കളഞ്ഞില്ലേ. അതൊരു ബുക്കിലെങ്ങാണ്ട് എഴുതി വെച്ച് അമ്മമ്മ അതെടുത്ത് വായിച്ചു. അമ്മമ്മ അങ്ങനെ വെറുതെ ബുക്ക് മറിച്ചൊക്കെ അതെടുത്ത് വായിച്ചു. ആ കുട്ടി ഇല്ലാത്ത സമയത്ത് കോമൺ ആയിട്ട് വെച്ചിരിക്കുകയായിരുന്നു ആ ബുക്ക്. അതിനുശേഷം അവര് ഭയങ്കര വഴക്കാണ്. ഇന്ന് അവരുടെ വഴക്ക് മാറിയിട്ടില്ല, മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല അമ്മയുടെ എന്ന് പറയാം. അന്ന് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി വയ്ക്കരുത്. നമ്മളെ ഭഗവാനോട് പറയുന്നത് ഭഗവാൻ മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയിക്കണ്ട. അതുകൊണ്ട് എഴുതുക, കത്തിച്ച് കളയുക, കീറിക്കളയുക. നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാന്റെ മുന്നിൽ തുറന്ന് കാണിക്കുകയില്ലേ, അതാണ്. അപ്പം അതുകൊണ്ട് ബാബ പറയാണ്, ബാബയ്ക്ക് നിങ്ങളെല്ലാം എഴുതണം, എല്ലാം എഴുതിയിട്ട് ഭാരം ഇല്ലാതാക്കണം. ജനം ജന്മാന്തരക്കെ വികർമ്മത്തോ കോയി ലിഖനാ സഖേ. ജന്മജന്മാന്തരങ്ങളുടെ കണക്കുകൾ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ലല്ലോ. ഈ ജന്മത്തെ മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ഈ ജന്മത്തെ നിങ്ങളെല്ലാം ഒന്ന് എഴുതിയേക്കും. വികർമ്മത്വ ഹോത്തേ. എന്തായാലും ഈ ജന്മം നിങ്ങളുടെ കയ്യിൽ നിന്ന് വികർമ്മങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണമല്ലോ അല്ലേ. വികർമ്മം എന്തായാലും വന്നിട്ടുണ്ടാവും. ജബ്സെ രാവൺ രാജ് ശുരു ഹുവാ ഹെ തോ കരം വികർമ്മ ഹോ പഠത്തെ. എപ്പോഴാണോ രാവണന്റെ രാജ്യം ആരംഭിക്കുന്നത് അപ്പം നമ്മുടെ കർമ്മമൊക്കെ അങ്ങ് വികർമ്മമായിട്ട് മാറും. നാച്ചുറലാണ് വികർമ്മം, എന്തായാലും അവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. എന്നിട്ട് ബാബ പറയാ, സത്യയുഗമേ കരം അകർമ്മത്തെ. സത്യയുഗത്തില് കർമ്മം അകർമ്മമായിട്ട് മാറും. ഭഗവാൻ വാച്ച് തുമക്കോ കരം അകരം വികർമ്മിക്ക് ഗതിക്കോ സമझാത്ത. ഭഗവാന്റെ മഹാവാക്യങ്ങളാണ് നിങ്ങൾക്ക് കർമ്മം അകർമ്മം വികർമ്മത്തിന്റെ ഗതി മനസ്സിലാക്കി തരും. ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വികർമ്മ जीत का संवत ലക്ഷ്മി നാരായൺ സെ ശുരു होता है. അതായത് വികർമാജീത് സംവത്സരം ലക്ഷ്മി നാരായണനിൽ നിന്നാണ് തുടങ്ങുന്നത്. CD में बड़ा क्लियर है. ഏണിപ്പടിയിൽ വളരെ ക്ലിയർ ആണത്. ഏണിപ്പടിയുടെ ചിത്രം ഉണ്ടല്ലോ, അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ശാസ്ത്രമേ കൊയ്യൊരു ബാത്തേ നെഹി ഹെ. ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സൂര്യവംശി ചന്ദ്രവംശി കാ രാസ് ഭി തും ബച്ചോം നെ സംജാ ഹെ കി ഹം ഹി ഥേ. അതായത് ബാബ പറയുന്ന സൂര്യവംശി ചന്ദ്രവംശിയുടെ രഹസ്യവും നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
അതായത് നമ്മൾ ഇന്നതായിരുന്നു, നമ്മളൊരിക്കൽ സൂര്യവംശിയായിരുന്നു, ലക്ഷ്മി നാരായണനായിരുന്നു, ദേവതയായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വിരാട രൂപ കാ ചിത്ര ഭി ബഹുത് ബനാത്തെ ഹൈ പരന്തു അർത്ഥ കുച്ച് ഭി നഹീ ജാനത്തെ. വിരാട രൂപത്തിന്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥമൊന്നും ആർക്കും അറിയുന്നില്ല. ബാപ്പ് പികർ കോയി സംജാ നഹീ സക്തെ. ബാബയെ കൂടാതെ മറ്റാർക്കും അത് മനസ്സിലാക്കി തരാൻ പറ്റില്ല. ഇസ് ബ്രഹ്മ കെ ഊപ്പർ ഭി കോയി ഹേ ന ജിസ്നെ സിഖായാ ഹോഗ. അപ്പൊ ബ്രഹ്മബാബയുണ്ടല്ലോ, ബ്രഹ്മബാബയ്ക്കും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണമല്ലോ. ഇത് ബ്രഹ്മാവ് 12 ഗുരുക്കന്മാരെ വെച്ചിട്ട് പോലും ബ്രഹ്മബാബയ്ക്ക് അറിയില്ലായിരുന്നല്ലോ, അല്ലേ? അപ്പൊ ബ്രഹ്മാവിന്റെ മുകളിൽ ഒരാൾ ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും. അപ്പൊ അതാ ബാബ പറഞ്ഞ അഗർ കോയി ഗുരുവിനെ സിഖായാ ഹോത്താ ഹൈ തോ ഉസ് ഗുരു കാ സിർഫ് ഏക് ശിക്ഷ തോ നഹീ ഹോ സക്താ. ഇനിയിപ്പം ബ്രഹ്മാവിനെ ആരെങ്കിലും പഠിപ്പിച്ചു, ഒരു ഗുരുവാണ് പഠിപ്പിച്ചതെന്ന് വിചാരിക്കാം. ആ ഗുരുവിന് ഒരു ശിക്ഷനല്ലല്ലോ, ഒരുപാട് ശിഷ്യന്മാരുണ്ടാവണ്ടേ, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മബാബയ്ക്ക് അറിഞ്ഞ കാര്യങ്ങള് വേറെ ആർക്കും അറിയുന്നില്ല. അതാണ് ബ്രഹ്മബാബയ്ക്ക് ഈ ശിവബാബ ഈ ജ്ഞാനം കൊടുത്തല്ലോ. ആ സമയത്ത് ഈ ജ്ഞാനം വേറെ ആർക്കും അറിയില്ല, ബ്രഹ്മബാബയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ചിലവർക്ക് സംശയമുണ്ടേ, ഇത് കിടന്നപ്പോ ബ്രഹ്മബാബയ്ക്കിട്ട് ശിവബാബ ഒന്ന് കൊടുക്കുക അങ്ങനെയൊക്കെ പറയുമ്പോ ചിലർക്കൊരു ഡൗട്ട്. അപ്പൊ ബാബ പറയണ അങ്ങനെ ബ്രഹ്മബാബയുടെ അല്ലേ, ബ്രഹ്മബാബ മാത്രമാണ് ശിഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? ഒരു ഗുരുവിന് ഒരു ശിക്ഷ മാത്രം ഉണ്ടാവുമോ എന്ന് ബാബ ചോദിക്കുകയാണ്. എന്നിട്ട് ബാബ പറയാ ബാപ് കഹത്തെ ബച്ചേ തുമേ പതിത് സെ പാവൻ പാവൻ സെ പതിത് ബന്ന ഹി ഹൈ. അപ്പൊ ബാബ പറയാണ്, മക്കളെ നിങ്ങൾക്ക് പതിതത്തിൽ നിന്ന് പാവനമാകണം, പാവനത്തിൽ നിന്ന് പതിതമായി മാറുക തന്നെ വേണം. യഹ് ഡ്രാമ മേ നൂന്ത് ഹൈ. ഇത് ഡ്രാമയിൽ അടങ്ങിയതാണ് മക്കളെ. അനേക ബാർ യഹ് ചക്ര പാസ് കിയേ ഹൈ. ബാബ പറയാ, മക്കളെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ചക്രമൊക്കെ മറികടന്നിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. പാസ് കർത്തേ ഹി രഹേ. ഒരുപാട് പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്, ഇനിയും ജയിക്കുക തന്നെ ചെയ്യും എന്ന് ബാബ പറയാൻ. തുമഹോ ഓൾറൗണ്ട് പാർട്ടധാരി. നമ്മൾ ആരാണ്? ഓൾറൗണ്ട് പാർട്ടധാരികളാണ്. ക്രിസ്ത്യൻ കെ ലിയെ നഹി കഹേംഗെ കി സത്യയുമേ ഥേ. ക്രിസ്ത്യൻസിനെ കുറിച്ച് ഒരിക്കലും പറയില്ല, അല്ലേ? സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറയില്ല, കാരണം അവര് ദ്വാപരയുഗത്തിലല്ലേ വരുന്നേ. അതാ ബാബ പറയുന്നേ, വഹ്തോ ദ്വാപർ കെ ബി ബീച്ച് മേ ആത്തേ ഹൈ. ദ്വാപരയുഗത്തില് തുടക്കത്തിൽ അവർ വരുന്നില്ല. ഇസ്ലാം ധർമ്മമാണല്ലോ, അബ്രാഹിം വന്ന ആദ്യം ഇസ്ലാം ധർമ്മം സ്ഥാപിച്ചു, പിന്നീട് 500 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രൈസ്റ്റ് വന്ന് ക്രിസ്ത്യൻ ധർമ്മം സ്ഥാപിച്ചത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്ന് പറയാണ്. യഹ് നോളേജ് തും ബച്ചോം കോ ഹി ബുദ്ധി മേ ഹൈ. നമ്മൾ കുട്ടികളുടെ തന്നെ ബുദ്ധിയിൽ ഉണ്ട്. ബച്ചോം കി ഹി ബുദ്ധി മേ ഹൈ. കിസ്കോ സംജാ ഭി സക്തേ ഹോ. ആർക്കെങ്കിലും വേണമെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനും പറ്റുമെന്ന് ബാബ പറയാണ്. ദൂസര കോയി സൃഷ്ടിക്ക് ആദിമധ്യ അന്തുക്കോ നയിച്ചാണ്. വേറെ ആർക്കും ഈ സൃഷ്ടിയുടെ ആദ്യമധ്യ അന്ത്യത്തിന്റെ രഹസ്യം ഒന്നും അറിയില്ല. രചയിത കോഹി നഹി ജാനത്തെ തോ രചനാക്കോ കൈസെ ജാനേങ്കി. രചയിതാവിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ബാബ ചോദിക്കുകയാണ്, രചനയെ എങ്ങനെ മനസ്സിലാക്കാൻ? ഭഗവാനെ അറിയാത്ത കുട്ടികൾക്ക് എങ്ങനെ സ്വയത്തെ മനസ്സിലാക്കാൻ പറ്റും, ഹിസ്റ്ററി മനസ്സിലാക്കാൻ പറ്റും? ബാബാനെ സംജായ ഹേ ജോ റൈറ്റിയസ് ബാത്തെ ഹേ വഹ് ചപ്പാക്കർ എയറോപ്ലെയിൻ സെ സബ് ജഹ ഗിരാനി ഹേ. ബാബ പറയാണ്, കുട്ടികളെ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ ബാബ തരുന്ന ശരിയായ കാര്യങ്ങൾ നിങ്ങൾ പ്രിന്റ് ചെയ്യണം. നോട്ടീസൊക്കെ ആയിട്ടേ പ്രിന്റ് ചെയ്തിട്ട് എയ്റോപ്ലെയിനിലൂടെ നിങ്ങൾ താഴേക്കിടണം. അടുത്ത വർഷമാകുമ്പോഴേക്കും ആരൊക്കെ എയ്റോപ്ലെയിൻ സേവനം തുടങ്ങണമെന്ന് നോക്കണം. കുറേ പ്രാവശ്യമായി ബാബ മുരളിയിലെ എയ്റോപ്ലെയിനിൽ നിങ്ങൾ നോട്ടീസ് കൊടുക്കണം എന്ന് പറയും. അടുത്ത വർഷം ആരാ അത് ചെയ്യാൻ നോക്കാം, നമുക്ക് സേവനം ചെയ്യണം. അങ്ങനെ എന്നിട്ട് ബാബ പറയാം, നിങ്ങൾ എഴുതണം എന്തൊക്കെയാണോ ഭഗവാന്റെ ഈശ്വരീയ ജ്ഞാനം, അത് നിങ്ങൾ എഴുതി പ്രിന്റ് ചെയ്തിട്ട് എയ്റോപ്ലെയിനിലൂടെ എന്ത് ചെയ്യണം, എല്ലാവർക്കും ഇട്ട് കൊടുക്കണം. വഹ് പോയൻസ് അഥവാ ടോപ്പിക്സ് ബട്ട് ലിഖ്നി ചെയ്യും. അതായത് ആ നോട്ടീസിൽ എന്തൊക്കെയാണ് എഴുതേണ്ടത്, എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതേണ്ടത്, അത് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് എഴുതണം. പരസ്പരം ഒന്ന് ചർച്ച ചെയ്ത് എഴുതണമെന്ന് ബാബ പറയാം. ബച്ചേ കൽത്തെ ഹേ കാം നഹി ഹേ. അപ്പൊ ചില കുട്ടികൾ പറയാണ്, ബാബ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഫ്രീ ആണ്.
പിന്നെ നമ്മുടെ രാമായണ മാസം വരുന്നുണ്ടല്ലോ, അപ്പം രാമായണത്തിനെ കുറിച്ച് നോട്ടീസൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്നവരൊക്കെ വന്ന് ബാബയുടെ സേവനം ചെയ്തോളൂ. അപ്പോൾ ബാബ പറയണേ, കുട്ടികൾ പറയുന്നു ബാബ എനിക്ക് പ്രത്യേകിച്ച് ജോലിയില്ല, ഫ്രീ ആണ്, കുറച്ച് സമയമുണ്ടെന്ന്. തോ ബാബ കഹത്തെ ഹേ സർവീസ് തോ ബോത്തെ. അപ്പൊ ബാബ പറയുന്ന സർവീസൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് എൻ്റെ മക്കളെ. യഹാം ഏകാന്തമേ ബൈഠി കാം കരോ. ബാബ പറയാം, നിങ്ങൾ ഏകാന്തമായിട്ടിരുന്ന് ഈ ജോലി ചെയ്യും. ബാബ തന്ന ഈ ജോലി ഉണ്ടല്ലോ, നോട്ടീസൊക്കെ അടിക്കണ്ടേ, ആ ജോലി ചെയ്യാൻ പറയാം. जो भी बड़ी बड़ी संस्थाएं हैं, गीता पाठशालाएं हैं, पाठशालाएं आदि है, उन सबको जगाना है. ബാബ പറയണ മക്കളെ, വലിയ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടാകും അല്ലെ, വലിയ വലിയ ആശ്രമങ്ങൾ, അതേപോലെ ഗീതാ പാഠശാലകൾ, ഭഗവത്ഗീതയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അവിടെയൊക്കെ നിങ്ങൾ പോകണം. ഈ നോട്ടീസ് കൊണ്ട് പോയിട്ട് അവരെയൊക്കെ നിങ്ങൾ ഉണർത്തണമെന്ന് ബാബ പറയാം. ഏക സന്ദേശ് സബ്കു ദേന ഹെ. ഈ സന്ദേശം എല്ലാവർക്കും കൊടുക്കണമെന്ന് ബാബ പറയാം. യഹ് പുരുഷോത്തം സംഗം യുഗ് ഹെ. ജോ സമझदार होंगे वह जड़ समझेंगे. അതായത് ബാബ പറയണ ഇത് പുരുഷോത്തമ സംഗമ യുഗമാണ്. പുരുഷോത്തമ സംഗമ യുഗമാണ്. ആരാണോ ബുദ്ധിശാലികള് അവര് പെട്ടെന്ന് മനസ്സിലാക്കുമെന്ന് ബാബ പറയാം. जो समझदार होंगे वह जड़ समझेंगे. जरूर संगम युग पर ही नई दुनिया का स्थापना और पुरानी दुनिया का विनाश होता है. അപ്പൊ തീർച്ചയായിട്ടും ബാബ പറയണ സംഗമ യുഗത്തിൽ തന്നെയാണ് മക്കളെ പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ഉണ്ടാകുന്നത്. സത്യയുഗമേ പുരുഷോത്തം പുരുഷോത്തം മനുഷ്യത്തെ. സത്യയുഗത്തിൽ എല്ലാവരും പുരുഷോത്തമരാണ്. പുരുഷോത്തമം എന്ന് പറഞ്ഞാൽ എന്താ? പുരുഷൻ ഉത്തമനായിട്ടിരിക്കുക. പുരുഷൻ എന്ന് വെച്ചാൽ ആത്മാവ്. ആത്മാവ് ഉത്തമനായിട്ടിരിക്കുന്ന സമയം ഏത് സമയമാണ്? സത്യയുഗം. സത്യയുഗത്തില് എല്ലാ ആത്മാക്കളും ഉത്തമ പുരുഷനാണ്, പുരുഷോത്തമനാണ്. ആ പുരുഷോത്തമനായി മാറുന്ന സമയം എപ്പോഴാ? അത് സംഗമയുഗത്തിലാണ്. അതുകൊണ്ടാ ബാബ പറയണ യഹാം ഹേ ആസുരീയ സ്വഭാവ വാലെ പതിത മനുഷ്യ. ഇവിടെ ആസുരീയ സ്വഭാവമുള്ള പതീത മനുഷ്യരാണ് മക്കളെ എന്ന് ബാബ പറയാം. यह भी बाबा ने समझाया है. कुंभ का मेला आदि जो लगता है, बहुत मनुष्य जाते हैं स्नान करने. क्यों स्नान करने जाते हैं? അപ്പൊ ബാബ പറയാണ് മക്കളെ, ഇതും ബാബ മനസ്സിലാക്കി തരികയാണ്. ഈ കുംഭമേളകളൊക്കെ നടക്കാറുണ്ടല്ലോ. കുംഭമേളയില് എത്ര മനുഷ്യരാണ് കുളിക്കാൻ പോകുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ കുംഭമേളയ്ക്ക് പോകുന്നത്. അപ്പൊ ബാബ ചോദിക്കുകയാണ്, എന്തിനാ അവിടെ പോയിട്ട് കുളിക്കണേന്ന് ബാബ ചോദിക്കാം. കുംഭമേളയ്ക്ക് പോയിട്ടേ എന്തിനാ അവിടെ പോയിട്ട് കുളിക്കുന്നത്? പാവൻ ഹോന ചാത്തെ. കാരണം ഈ കുളിക്കുന്ന ആൾക്ക് വിചാരം എന്താ? ആത്മാവ് ഒന്ന് പ്യുവറാക്കണം, ആത്മാവിന്റെ പാപമൊക്കെ അങ്ങ് തീർക്കണം അല്ലേ? അങ്ങനെ വിചാരിക്കണം, ആത്മാവിനെ പാവനാക്കി മാറ്റണം എന്ന ആഗ്രഹത്തോടെയാണ് അവിടെ വെള്ളത്തിൽ പോയിട്ട് കുളിക്കുന്നത്. അപ്പൊ ബാബ പറയാണ്, ജോ തോ जहां जहां मनुष्य स्नान करने जाते हैं वहां जाकर सर्विस करनी चाहिए. എവിടെ എവിടെയൊക്കെയാണോ മനുഷ്യർ കുളിക്കാൻ പോകുന്നത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സേവനമൊക്കെ തുടങ്ങണമെന്ന് പറയാം. പ്രാവശ്യം നമ്മുടെ കുംഭമേളയ്ക്ക് വലിയൊരു ബാബയുടെ സ്റ്റോൾ ഉണ്ടായിരുന്നു അല്ലെ, ബ്രഹ്മകുമാരി ശിശുര വിശ്വവിദ്യാലയത്തിന്റെ വലിയൊരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ദേവി ദർശനം, അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതാ ബാബ പറഞ്ഞ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാം. സ്നാനം ചെയ്യുന്ന കുംഭമേളകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നിങ്ങൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. അതും ബാബ പറയാ, ബഹുത്ത് മനുഷ്യ ജാത്തേ സ്നാനം. ഒരുപാട് മനുഷ്യർ പോകുന്നത് കുളിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ്, വെള്ളത്തിലൊന്ന് മുങ്ങുക, ആ ലക്ഷ്യവുമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാ ബാബ പറയുന്നേ, തുമാരേ പാസ് ചിത്രബി ഹെ. मनुष्यों को समझाना चाहिए यह पानी कोई पतित पावनी नहीं है. അതായത് നിങ്ങൾ ആ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്താ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? കേവലം ഒരു വെള്ളത്തിൽ പോയി മുങ്ങി കുളിച്ചത് കൊണ്ട് നമ്മുടെ പാപം തീരില്ല. വെള്ളത്തിൽ പോയി കുളിച്ച് പാപം തീർക്കുവാണെങ്കിൽ ഇന്ന് ഈ ലോകം ഇങ്ങനെ ആവില്ലായിരുന്നു, കലിയുഗം തന്നെ വരില്ലായിരുന്നു.
അല്ലേ? അപ്പം ബാബ പറയാം വെള്ളത്തിൽ പോയി കുളിച്ചത് കൊണ്ടൊന്നും ഭാവനാവില്ല. ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് യുക്തിപൂർവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം, അല്ലേ? കാരണം വെള്ളത്തിലൊന്ന് കുളിച്ചാൽ ശരീരത്തിന്റെ അഴുക്ക് നല്ല വെള്ളമാണെങ്കിൽ പോകും. ആത്മാവിന്റെ അഴുക്ക് പോകണമെങ്കിൽ ജ്ഞാനമാകുന്ന ജലത്തിൽ മുങ്ങി കുളിക്കണം. ജ്ഞാനമാകുന്ന ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ, ജ്ഞാനമാകുന്ന ജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ ആത്മാവിന്റെ പാപം തീരും, ആത്മാവിന് മോക്ഷം കിട്ടും. വെറും ഒരു വെള്ളത്തിൽ പോയി കുളിച്ചുകൊണ്ട് മാത്രം കിട്ടില്ല, അതൊരു ഭാവന മാത്രമാണ്, അല്ലേ? ഭാവനയുടെ ചെറിയ ഫലം എങ്ങാനും കിട്ടിയെങ്കിലേ ഉള്ളൂ. അതല്ലാതെ വെള്ളത്തിൽ പോയി കുളിച്ച പാവനൊന്നും ആവില്ല. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം, യുക്തിപൂർവ്വം മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് ബാബ പറയാണ് ഗീതാ പാഠശാലാവുമേ ജാക്കറേക്ക് പറിച്ച് ബാഡ്മിച്ച. ഗീതാ പാഠശാലകളിൽ വീണ്ടും ബാബ പറയാ, ഗീതാ പാഠശാലകളിലൊക്കെ പോയിട്ട് നിങ്ങൾ ഈ പ്രിന്റ് ചെയ്ത നോട്ടീസ് അവർക്ക് കൊടുക്കണം. എഴുതാൻ പറഞ്ഞല്ലോ ബാബ, ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം എഴുതിയിട്ട് ഗീതാ പാഠശാലകളിൽ കൊണ്ടുപോയി കൊടുക്കണം. അതാണ് ബാബ പറയുന്നത്. ബച്ച സർവീസ് മാങ്കത്തെ ഹേ. ബാബ പറയാ കുട്ടികൾക്ക് സർവീസ് ഇല്ലാന്ന് പറഞ്ഞ് ചോദിക്കില്ലേ, അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. അപ്പൊ ആരും വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഭഗവാൻ സേവനം തരാണ്. ഓക്കെ, ആരും വീടുകളിൽ വെറുതെ ഇരിക്കരുത്. ഇനി രാമായണമാസം കഴിയാൻ ഇനി 10 ദിവസമുണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ നോട്ടീസ് അടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവരും നോട്ടീസ് എടുത്തിട്ട് പോവുക. രാവിലെ ഒരു അമ്പലത്തിൽ പോവുക, വൈകുന്നേരം വേറൊരു അമ്പലത്തിൽ പോവുക. വീട്ടിലിരിക്കരുതാരും. അങ്ങനെ ബാബ പറയാ കുട്ടികളെ സേവനം ചോദിച്ചതല്ലേ, ബാബ സേവനം തന്നു കഴിഞ്ഞു. എന്നിട്ട് ബാബ പറയാ യഹ ബൈഠ് കർ ലിഖോ ഗീതാ കാ ഭഗവാൻ പരംപിതാ പരമാത്മാ ശിവ ഹൈ നകി ശ്രീകൃഷ്ണ. അടുത്ത ടോപ്പിക്കാണ് എന്ത്? നിങ്ങൾ എഴുതണം, നോട്ടീസിലെ പ്രിന്റ് ചെയ്യാൻ പറയാണ്, എഴുതണം ഗീതയുടെ ഭഗവാൻ പരംപിതാ പരമാത്മാ ശിവനാണ്, ശ്രീകൃഷ്ണനല്ല. പക്ഷെ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ എഴുതിയൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ അവരതെല്ലാം വായിച്ച് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാവണം. അങ്ങനെ നിങ്ങൾ എഴുതാൻ പറയുകയാണ് ബാബ. ഫിർ ഉൻകി ബയോഗ്രഫിക്ക് മഹിമ ലിഖോ. പിന്നെ ശിവബാബയുടെ ബയോഗ്രഫിയുടെ മഹിമ എഴുതുക, ശ്രീകൃഷ്ണന്റെ ബയോഗ്രഫിയുടെ മഹിമയും എഴുതണം. ആരാണ് ശ്രീകൃഷ്ണൻ എന്ന് വ്യക്തമായിട്ട് എഴുതുക, ആരാണ് പരംപിത ശിവപരമാത്മാവ് അതും വ്യക്തമായിട്ട് എഴുതാം. എന്നിട്ട് ബാബ പറയാ ശിവബാബാക്കി ബയോഗ്രഫി ബി ലിഖോ ശ്രീകൃഷ്ണ കാ ബി. ഫിർ ആപേ ഹി വഹ് ജഡ്ജ് കരേംഗെ. ആ വായിക്കുന്നവര് സ്വയം ജഡ്ജ് ചെയ്തോളും, അവര് സ്വയം തീരുമാനിക്കും. കാരണം ശ്രീകൃഷ്ണൻ ആരാണെന്നും എഴുതിയിട്ടുണ്ട്, ശിവബാബ ആരാണെന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ അവർ തീരുമാനിച്ചോട്ടെ എന്ന് ബാബ പറയാണ്. യഹ് പോയൻസ് ബി ലിഖ്നെ ഹെ കി പതിത് പാവൻ കോൻ ഹെ. ഇതിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം, പതീത പാവനൻ ആരാണ്. പതീത പാവനൻ ശ്രീകൃഷ്ണനാണെന്ന് ആരും പറയാറില്ല, അല്ലേ? അപ്പൊ അതാ പാവന പതീത പാവനൻ ഭഗവാനെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഫിർ ശിവ ഒരു ശങ്കർ കാ ബി ഭേദ് ഭി ദിഖാന ഹെ. ശിവ അലഗ് ഹെ, ശങ്കർ അലഗ് ഹെ. പിന്നെ അടുത്ത ടോപ്പിക്ക് എന്താ? അടുത്ത ടോപ്പിക്ക് ശിവനും ശങ്കരനും ഒന്നല്ല രണ്ടാണ്. ശിവനും ശങ്കരനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണിച്ചു കൊടുക്കണം. ശിവൻ വേറെയാണ്, ശങ്കരൻ വേറെയാണ്. അതിനൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പൊ എഴുതാനാ ബാബ പറയണം. എല്ലാവരും നമ്മുടെ മുന്നിൽ വന്നിരുന്ന് കേൾക്കില്ലല്ലോ. അപ്പൊ അതിനുവേണ്ടി ബാബ എഴുതാൻ പറയുകയാണ്. ഇത് രണ്ടും ശിവശങ്കരൻ ഒന്നല്ല രണ്ടാണ്. ബാബാനെ സംജായ ഹെ കൽപ്പ് 5000 വർഷ കാ ഹെ. ഇത് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഒരു കൽപ്പം 5000 വർഷമാണ്. മനുഷ്യ 84 ജന്മം ലേത്തെ ഹേ നാക്കി 84 ലാഖ്. ബാബ പറയണം ഒരു മനുഷ്യൻ 84 ജന്മങ്ങളാണ് എടുക്കുന്നത്, അല്ലാതെ 84 ലക്ഷം ജന്മങ്ങളൊന്നും അല്ല. യഹ മുഖ്യ ബാത്തെ ഷോർട്ട് മേ ലിഖ്നി ചാഹിയെ. ഈ മുഖ്യമായ കാര്യങ്ങളൊക്കെ നോട്ടീസിൽ എഴുതണമെന്ന് ബാബ പറയണം. ഷോർട്ടായിട്ട് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? എയ്റോപ്ലെയിനിൽ എറിയാനാ പറയണം. എയ്റോപ്ലെയിൻ ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഉള്ളേ. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനൊക്കെ എയ്റോപ്ലെയിൻ ഇടാൻ പറ്റുമോ? ആലോചിക്കണോ? അപ്പൊ ബാബ പറയണ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നിട്ട് ജോ എയ്റോപ്ലെയിൻ സെ ഭി ഗിറാ സക്തെ.
എയ്റോപ്ലെയിനിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ നോട്ടീസൊക്കെ താഴേക്ക് ഇടാൻ പറ്റും, കൊടുക്കാം, മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റും. സമഞ്ചാബി സക്തി മിനിമം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. ഒരാളെ കാണുമ്പോഴേ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കിയും കൊടുക്കാം. യഹ് ജैसे बोला है इसमें क्लियर है फलाने फलाने धर्म फलाने फलाने समय पर स्थापन होते हैं. അതേപോലെ നമ്മുടെ സൃഷ്ടിചക്രം ഉണ്ടല്ലോ, ഈ സൃഷ്ടിചക്രത്തിന്റെ ചിത്രം, ആ ചിത്രത്തിലൂടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇന്ന ധർമ്മം ഇന്ന സമയത്താണ് വന്നത്, അതിനുശേഷം ഇന്ന ധർമ്മമാണ് വന്നത്. ഇതെല്ലാം സമയം അനുസരിച്ച് സ്ഥാപന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആ ചിത്രത്തിലെ, അതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. തൊയ്യ് ഗോലാബി ഓനാ ചാഹിയേ. അപ്പൊ നമ്മുടെ കയ്യിൽ സൃഷ്ടിചക്രം ഉണ്ടായിരിക്കണം. इसलिए मुख्य 12 चित्रों का कैलेंडर्स भी छपवा सकते हो जिसमें सारा ज्ञान आ जाए. സർവീസ് സഹജോ സഖ്യ. പിന്നെ ബാബ പറയാണ് മുഖ്യമായിട്ട് മക്കളെ 12 ചിത്രങ്ങൾ വേണം. കോഴ്സിന്റെ 12 ചിത്രങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പൊ 12 ചിത്രങ്ങളും പ്രിന്റ് ചെയ്തോളൂ എന്ന് ബാബ പറയാം. അതുകൊണ്ടാണല്ലോ ബാബയുടെ ഒരു പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന ഒരു കാർഡ് ഉണ്ട്. ആ പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന ചെറിയൊരു കാർഡ്, ഇത്ര വലിപ്പമുള്ള, അതിൽ ഈ 12 ചിത്രങ്ങളും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മളെ ഇൻഡിവിജ്വൽ ആയിട്ട് കുറെ പേർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ബാബ വലിയ സേവന പറയുന്നേ. അതായത് നിങ്ങൾ കലണ്ടേഴ്സ് ഒക്കെ അടിക്കണം. 12 കലണ്ടർ നിങ്ങൾ അടിക്കണം, പ്രിന്റ് ചെയ്യാൻ പറയുക. ജിസ്മേ സാരാ ജ്ഞാൻ ആചായ, ഇതിൽ മുഴുവൻ ജ്ഞാനം വരും. 12 കലണ്ടറില് എല്ലാ ജ്ഞാനവും വരുമെന്ന് ബാബ പറയാം. അപ്പൊ സർവീസ് ഒക്കെ വളരെ ഈസി ആകും. ഏത് ചിത്രം ബിൽക്കുൽ ജറൂരി ഹേ. ബാബ പറയാം മക്കളെ ഈ ചിത്രം വളരെ അത്യാവശ്യമാണ്. കോൺസെ ചിത്ര ബനാനെ ഹേ, ക്യാ ക്യാ പോയിന്റ് ലിഖ്നി ചാഹിയെ വഹ് ബൈഠ് ലിഖോ. അപ്പൊ ബാബ പറയാണ് എന്ത് ചിത്രങ്ങളൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, എന്തെന്ത് പോയൻസ് ഒക്കെ എഴുതണം, അതെല്ലാം നിങ്ങൾ എഴുതാം. എന്തെന്ത് പോയൻസ് എഴുതണം അതൊക്കെ നിങ്ങൾ എഴുതൂന്ന് ബാബ പറയാം. തും ഗുപ്ത വേഷമി ഇസ് പുരാനി ദുനിയാ കാ പരിവർത്തൻ കർ രഹേ ഹോ. ബാബ പറയാണ് ഈ ഗുപ്ത വേഷത്തില് പഴയ ലോകത്തിന്റെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. ഗുപ്ത വേഷത്തില് അല്ലേ പഴയ ലോകത്തിന്റെ പരിവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അൺനോൺ വാരിയേഴ്സ് ഹോ തുമക്കോ പോയി നീ ജാനത്തെ. ഗുപ്ത സേനയാണ് നമ്മൾ അല്ലേ. അതായത് നമ്മളെ ആരും അറിയുന്നില്ല. ബാബാ വി ഗുപ്ത്, നോളേജ് വി ഗുപ്ത്, ഇൻകാ കോയി ശാസ്ത്രാദി बनता नहीं है और धर्म स्थापक के बाइबल आदि छपते हैं जो पढ़ते आते हैं. അപ്പൊ ബാബ പറയാണ് മക്കളെ ഭഗവാനും ഗുപ്തമാണ്, ജ്ഞാനവും ഗുപ്തമാണ്. അപ്പൊ നമ്മൾ എന്താ പഠിപ്പിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഈ ക്ലാസ്സുകൾ കേൾക്കണം. ഇതിനൊരു 7 ദിവസത്തെ സപ്താഹദിന കോഴ്സ് ഉണ്ട്. അത് കേട്ടാലേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാതെ ആർക്കും ഒന്നും മനസ്സിലാവില്ല, ഒക്കെ ഗുപ്തമായിട്ട് അങ്ങിരിക്കും. അതേപോലെ ശാസ്ത്രങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. സാധാരണ ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കുമല്ലോ അല്ലെ. ധർമ്മശാസ്ത്രം ഇപ്പൊ ബൈബിൾ ഉണ്ടാക്കുന്നുണ്ട്, ഖുറാൻ ഉണ്ട്, അങ്ങനെ ധർമ്മശാസ്ത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് ബാബ പറയാം. ഹരേക്ക് के चपते है तुम्हारा यह फिर भक्ति मार्ग में चपता है अभी नहीं चपना है. അപ്പൊ ബാബ പറയാണ് ഓരോരോ ധർമ്മത്തിൽപ്പെട്ടവർക്കും എന്തുണ്ട്, അവരുടെ ഒരു ബുക്ക് ഉണ്ട് അല്ലെ, ഒരു ശാസ്ത്രം ഉണ്ടായിരിക്കും. ഭക്തിമാർഗത്തിൽ ശാസ്ത്രം ഉണ്ടല്ലോ. ഭക്തിമാർഗത്തിൽ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ടല്ലോ, ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ബാബ പറയാ ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് ജ്ഞാനം കിട്ടിയല്ലോ, അതുകൊണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ക്യോങ്കി അഭി തോ യഹ് ശാസ്ത്രാദി സബ് ഖതം ഹോ ജാനെ ഹെ. എന്തുകൊണ്ടാണ് ആവശ്യമില്ല എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് ജ്ഞാനം കിട്ടിയല്ലോ. അപ്പൊ ഇനി ഈ ശാസ്ത്രങ്ങളൊക്കെ പോവാനുള്ളതാ. ശാസ്ത്രത്തിന്റെ സാരം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ലല്ലോ. അതാ ബാബ പറയണേ അഭി തുമക്കോ ബുദ്ധിമേ സിർഫ് യാദ് കർനാ ഹെ. ഇപ്പൊ കേവലം നമ്മൾ ബുദ്ധി കൊണ്ട് ഓർമ്മിക്കണമെന്ന് ബാബ പറയാം. ബാപ്കി പാസ് ഭി ബുദ്ധിമേ ജ്ഞാൻ ഹെ. ബാബയുടെ അടുത്തും ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്. കൊയ് ശാസ്ത്ര ആദി തൊടേഹി പഠിക്കുക. ശാസ്ത്രങ്ങളൊന്നും പഠിക്കുന്നില്ല ഇവിടെ. ബഹുതോ നോളേജ് ഫുൾ ഹെ അല്ലെ. ബാബ ജ്ഞാനത്തിന്റെ സാഗരമാണ്. നോളേജ് ഫുൾ കാ അർത്ഥ ഫിർ മനുഷ്യ സമസ്തേ ഹെ സബ്കെ ദിലോം കോ ജാനനെ വാലാ ഹെ. അതായത് ബാബ പറയാണ് തീർച്ചയായിട്ടും ബാബയുടെ അടുത്ത് ജ്ഞാനമുണ്ട്.
ബാബ എന്ന് വെച്ചാൽ അല്ല ജ്ഞാനത്തിന്റെ സാഗരമാണല്ലോ. നമ്മൾ കേവലം ബുദ്ധിയിൽ ഓർമ്മിച്ചാൽ മാത്രം മതി എന്ന് ബാബ പറയാം. നമ്മൾ ബുദ്ധിയിൽ കേവലം എന്ത് ചെയ്യുക, ബാബയെ ഓർമ്മിക്കുക, അത്രേ ഉള്ളൂ. नॉलेजफुल का अर्थ फिर मनुष्य समझते हैं सबके दिलों को जानने वाला है. പക്ഷെ നോളേജബിൾ എന്ന് പറയുമ്പോൾ മനുഷ്യര് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? ഭഗവാൻ എന്ന് പറഞ്ഞ എല്ലാവരുടെയും മനസ്സിന്റെ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. അങ്ങനെ വിചാരിക്കുന്നു എന്ന് ബാബ പറയാം അല്ലെ. അങ്ങനെയും കുറെ പേര് വിചാരിക്കുന്നുണ്ട്. അതാ ബാബ പറയുന്നേ, ഭഗവാൻ ദേഖ്തേ ഹേ തബ് തോ കർമ്മോं का फल देते. ഭഗവാൻ നോക്കുന്നുണ്ട്, അപ്പോഴാണല്ലോ കർമ്മത്തിന്റെ ഫലം കിട്ടുന്നത്. ഭഗവാൻ നോക്കുന്നുണ്ട്, കർമ്മത്തിന്റെ ഫലം കിട്ടുന്നു. ബാക്കത്തെ ഈ ഡ്രാമ ഹെ. ബാബ പറയാണ്, മക്കളെ ഇത് ഡ്രാമയില് അടങ്ങിയതാണ്. ഡ്രാമ ജോ വികർമ്മ കർത്തേ ഹേ തോ ഉൻകി സജാ ഹോത്തി ജാത്തെ. അപ്പൊ ബാബ പറയാണ്, ഡ്രാമയിൽ ആരാണോ വികർമ്മം ചെയ്യുന്നത് അവർക്ക് ശിക്ഷ കിട്ടും. വികർമ്മം ചെയ്താൽ ശിക്ഷ കിട്ടുമല്ലോ എന്തായാലും. പതാ ബാബ പറയണേ, അച്ഛവ ബുരേ കർമ്മോं का फल मिलता है. നല്ല കർമ്മമായാലും മോശമായ കർമ്മമായാലും അതിന്റെ ഫലം കിട്ടുമെന്ന് ബാബ പറയാണ്. ഉസ്കി ലിഖത്ത് തോ കോയി ഹേ നഹി അല്ലെ, അതിന്റെ എഴുത്തും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ബാബ പറയാണ്. മനുഷ്യ സമझ सकते हैं जरूर कर्मों का फल दूसरे जन्म में मिलता है. ബാബ പറയാണ്, തീർച്ചയായിട്ടും കർമ്മത്തിന്റെ ഫലം അടുത്ത ജന്മത്തില് കിട്ടുക തന്നെ ചെയ്യുമെന്ന് ബാബ പറയാണ്. അന്ത്യഘടി വിവേക് ഫിർ ബൗദ്ധ കഥ. അന്തിമ സമയത്ത് നമ്മുടെ വിവേകം ഇങ്ങനെ കാർന്നു തിന്നും. അതിനർത്ഥം എന്താ അറിയോ? ഇപ്പൊ നമ്മള് ബാബ പറയണ പോലെ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാല്, ഇപ്പൊ ബാബ പറയണ പോലെ ഒന്നും ചെയ്യാതിരുന്ന അവസാനം ആകുമ്പോ നമ്മുടെ ബുദ്ധി ഇങ്ങനെ കാർന്നു തിന്നും. അതായത് നമുക്ക് ഭയങ്കര പശ്ചാത്താപം വരും. ഞാൻ ബാബ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതാണ് വിവേകം കാർന്നു തിന്നും എന്ന് പറയുന്നത്. എന്നിട്ട് ബാബ പറയാ, ഹംനെ യഹി പാപ കിയേ ഹേ സബ് യാദ് ആതാ ഹൈ. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇതെല്ലാം ഓർമ്മ വരും. ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ടല്ലോ, പാപം ചെയ്തിട്ടുണ്ടല്ലോ, അതെല്ലാം ഓർമ്മ വരുമെന്ന് ബാബ പറയാണ്. എന്നിട്ട് ബാബ പറയാ, ജൈസാ കർമ്മ വൈസാ ജനം മിലേഗ. എങ്ങനെയുള്ള കർമ്മം അങ്ങനെയുള്ള ജന്മം കിട്ടും. അഭി തും വികർമാചിത് ബൻതേ ഹോ തോ കോയി ഭി ഐസാ വികർമ്മ നഹി കർനാ ചാഹിയെ. അപ്പൊ ബാബ പറയാണ്, ഇപ്പം നമ്മൾ വികർമ്മങ്ങളെ ജയിക്കുകയാണല്ലോ. അപ്പം ബാബ പറയാ, യാതൊരു വികർമ്മങ്ങളും മക്കൾ ചെയ്യരുത്, വികർമ്മങ്ങളൊന്നും ചെയ്യരുത്. ബഡേത്തെ ബടാ വികർമ്മ ഹേ ദേഹാഭിമാനി ബനന. ഏറ്റവും വലിയ വികർമ്മം എന്താ അറിയോ? ദേഹാഭിമാനിയായിട്ട് മാറുക. ബാബ ബാർ ബാർ കർത്തെ ഹേ ദേഹി അഭിമാനി ബൻ ബാപ് കോ യാദ് കരോ പവിത്ര തോ രഹനാ ഹി ഹേ. അപ്പൊ ബാബയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ദേഹി അഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കൂ, പവിത്രമായിട്ടിരിക്കുക തന്നെ വേണം. सबसे बड़ा पाप है कम कठारी चलाना. यही आदि मध्य अंत्य दुख देने वाला है. इसलिए सन्यासी भी कहते हैं यह काकविष्ट समान सुख है. അപ്പൊ ബാബ പറയാണ്, കുട്ടികളെ, ഏറ്റവും വലിയ പാപം കാമവികാരമാണെന്ന് പറയാണ്. കാമവികാരത്തിൽ പോവുകയാണ്. ഈ വികാരം ആദ്യമധ്യ അന്ത്യം ദുഃഖം തരുന്നു. അതുകൊണ്ട് സന്യാസിമാരും പറയുന്നു, ഇത് കാക്കവിഷ്ട സമാൻ അല്പകാലത്തിലെ സുഖമാണ്. വഹാം ദുഃഖ നാം നെയ് ഹോത്ത. സത്യയുഗത്തിലെ ദുഃഖത്തിന്റെ പേര് തന്നെ ഉണ്ടാവില്ല. എന്നാൽ ബാബ പറയാ, യഹാം ദുഃഖ ഹി ദുഃഖ ഹൈ, ഇസ്ലിയേ സന്യാസിയോ കോ വൈരാഗ്യ ആത്താ ഹൈ. അല്ലെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ദുഃഖം തന്നെ ദുഃഖം. അതുകൊണ്ടാണ് ഈ സന്യാസിമാർക്കൊക്കെ ഭയങ്കര വൈരാഗ്യം വരുന്നു എന്ന് പറയുന്നത്. പരന്തു ബഹു ജംഗൽ മേ ചലേ ജാത്തെ. പക്ഷെ സന്യാസിമാരെന്താ ചെയ്യുന്നത്? വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ചിട്ട് കാട്ടിലേക്ക് പോവുകയാണെന്ന് ബാബ പറയാണ്. ഇതൊക്കെ അല്പകാല സുഖാന്ന് പറഞ്ഞിട്ട് അവർ കാട്ടിലേക്ക് പോവുകയാണ്. ഉണ്ണോം കാ ഹേ ഹദ് കാ വൈരാഗ്യ തുമാരാ ഹേ ബേഹദ് കാ വൈരാഗ്യ. ബാബ പറയാണ്, ഇത് പരിധിയുള്ള വൈരാഗ്യം, നിങ്ങളുടേത് പരിധിയില്ലാത്ത വൈരാഗ്യമാണ്. ഇസ് ദുനിയാ ഹി ചീച്ചി ഹേ. ബാബ പറയാ, മക്കളെ, ഈ ലോകം വളരെ മോശമാണ്. സബ് കഹത്തെ ഹേ ബാബ ആക്കർ ഹമാരെ ദുഃഖ് ഹർക്കർ സുഖദോ. എല്ലാവരും പറയാണ്, ഭഗവാനെ അങ്ങ് വന്നിട്ട് എല്ലാവരുടെയും ദുഃഖത്തെ മാറ്റി സുഖം തരൂ ഭഗവാനെ. അങ്ങനെ പറയാ. ബാപ് ഹി ദുഃഖ് ഹർത്താ സുഖ കർത്താ ഹെ.
ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? ദുഃഖത്തെ ഹരിച്ച് സുഖം തരുന്ന ആളാണ് ഭഗവാൻ. തും ബच्चे ही समझते हो कि नई दुनिया में इन देवताओं का राज्य था. അതായത് ബാബ പറയണ നിങ്ങൾ കുട്ടികൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്, പുതിയ ലോകത്തില് ദേവതകളുടെ രാജ്യമുണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. വഹാം കിസി ബി പ്രകാരക്ക് ദുഃഖ് നഹി. നമ്മുടെ പുതിയ ലോകത്തിലെ യാതൊരു പ്രകാരത്തിലുള്ള ദുഃഖവും ഉണ്ടായിരുന്നില്ല. ജബ് കോയി ശരീർ ചോടുത്താ ഹേ തോ മനുഷ്യ കഹത്തെ ഹേ സ്വർഗവാസി ഹുവ. അതായത് ബാബ പറയണ എപ്പോഴാണോ ആരെങ്കിലും ശരീരം വിടുമ്പോൾ മനുഷ്യർ പറയുമല്ലോ, അവര് സ്വർഗത്തിലേക്ക് പോയി, സ്വർഗവാസിയായി എന്നൊക്കെ പറയും. പരന്തു യഹ് തോടെ ഹി സംസ്ഥയ്ക്ക് ഹം നർഗമേ ഹെ. മരിച്ചാള് സ്വർഗത്തിൽ പോയി എന്ന് പറയും. അപ്പോ ഇത്രയും കാലം ജീവിച്ചത് നരകത്തിലാണ് എന്ന ബോധം അവർക്ക് ഉണ്ടാവുന്നില്ല, അത് അവർ മറന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നത് നരകത്തിലല്ലേ? അതുകൊണ്ടാണല്ലോ മരിക്കുമ്പോൾ മാത്രം സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത്. അത് അവർ ചിന്തിക്കുന്നില്ലെന്ന് ബാബ പറയാൻ. ഹം ജബ് മരെ തോ സ്വർഗമേ ജായ് പരന്തു ബഹുബി സ്വർഗമേ ഗയാ വ യഹം നർഗമേ ആയ. അപ്പൊ ബാബ പറയാണ്, ഈ മരിച്ച ആള് സ്വർഗത്തിൽ പോകുന്നു അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ബാബ പറയാണ്, അപ്പൊ സ്വർഗത്തിലേക്ക് പോയി, അപ്പോ ഇവിടെ നരകത്തില്. അപ്പൊ നരകത്തിൽ നിന്ന് നരകത്തിലാണ് ആയിരുന്നു അവര്, നരകത്തിലേക്കാ വന്നത്, പോയത് സ്വർഗത്തിലേക്ക്. നരകത്തിൽ നിന്നാണല്ലോ സ്വർഗത്തിൽ പോണത്. അപ്പൊ ബാബയെ കുറിച്ച് സംസ്ഥനെ, അപ്പൊ അവര് വന്നത് നരകത്തിലേക്കാണ്. അപ്പൊ അതുവരെ ജീവിച്ചിരുന്ന ലോകം എന്താണ്? നരകമാണ്. പോയത് സ്വർഗത്തിലേക്ക്. പക്ഷെ അങ്ങനെയൊക്കെ അത്രയൊന്നും ആഴത്തിലൊന്നും ആരും ചിന്തിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാൻ. तुम बच्चे तीन बाप का राज भी सबको समझ सकते हो. നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട്? 3 അച്ഛനുണ്ട്. ആദ്യം ഒരച്ഛനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ക്ലാസ് കേൾക്കാൻ വരുമല്ലോ, ഈ ബേസിക് കോഴ്സിൻ്റെ 7 ദിവസത്തെ. ആദ്യത്തെ ദിവസം നമുക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ, കറക്റ്റ്. 3-ാം ദിവസം പറയും നമുക്ക് 2 അച്ഛനുണ്ട്. അപ്പൊ 2 അച്ഛനായി. 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാമത്തെ ദിവസം പറയും നമുക്ക് 3 അച്ഛനുണ്ട്. അങ്ങനെ 3 അച്ഛൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അച്ഛൻ 3 ആണെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ 3 അച്ഛൻ്റെ രഹസ്യവും നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ബാബ പറയാം അല്ലേ? ആരൊക്കെയാ 3 അച്ഛൻ? ഒന്ന് ആത്മാവിൻ്റെ അച്ഛൻ. അപ്പൊ ആദ്യം നമ്മുടെ ശരീരത്തിന്റെ അച്ഛനെ കുറിച്ച് പറയാം. ശരീരത്തിന്റെ അച്ഛനെ നമുക്കൊക്കെ ഓർമ്മയുണ്ടാവുന്നത് അതാണ് ലൗകിക അച്ഛൻ. ശരീരത്തിന് ജന്മം നൽകിയ അച്ഛനാണ് ലൗകിക അച്ഛൻ. ആ അച്ഛനുമായിട്ട് നമുക്ക് എന്തുണ്ട്? കടപ്പാടെല്ലാം ഉണ്ട് അല്ലേ? നമ്മളെ വളർത്തി വലുതാക്കി. അപ്പൊ തിരിച്ച് നമ്മൾ അതുപോലെ സ്നേഹത്തോടെ അച്ഛനെ എന്ത് ചെയ്യണം? പാലിക്കണം. അത് ഉത്തരവാദിത്തം. ഇനി 2-ാമത്തെ അച്ഛൻ എന്ന് പറഞ്ഞാല് ആത്മാവിന്റെ അച്ഛനാണ്. ആത്മാവിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാല് ആത്മാവ് നശിക്കില്ല, അപ്പൊ പരമാത്മാവ് നശിക്കില്ല. അതായത് ആത്മാവിന്റെ അച്ഛൻ, പരമാത്മാവ് നശിക്കില്ല. ശരീരം നശിക്കും, ശരീരത്തിന്റെ അച്ഛൻ നശിക്കും. ആത്മാവ് നശിക്കില്ല, ആത്മാവിന്റെ അച്ഛന് നശിക്കില്ല. അതാണ് സർവശക്തികളുടെയും സർവഗുണങ്ങളുടെയും സാഗരമാണ് പരമാത്മാവ്. ആ പരമാത്മാവിന്റെ കുട്ടിയാണ് ഞാൻ. അതാണ് 2-ാമത്തെ അച്ഛൻ. അപ്പൊ 2 അച്ഛനായില്ലേ? ഇനി 3-ാമത്തെ ഒരു അച്ഛനുണ്ട്, അലൗകിക അച്ഛൻ. അതാണ് നമ്മുടെ ഈ ഫോട്ടോയില് കാണുന്ന അപ്പൂപ്പൻ, വയസ്സായ അപ്പൂപ്പനില്ലേ? അതാണ് നമ്മുടെ 3-ാമത്തെ അച്ഛൻ. അതാണ് അലൗകിക അച്ഛൻ. അപ്പൊ പാരലൗകിക അച്ഛൻ എന്ന് പറഞ്ഞില്ലേ, ആത്മാവിന്റെ അച്ഛൻ, പരമാത്മാവ്. ആ അച്ഛനെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കും, സദാസമയം. കാരണം ആത്മാവിന്റെ അച്ഛൻ, പരമാത്മാവ് ഈശ്വരനാണല്ലോ. അതുകൊണ്ട് ആ പരമാത്മാവിനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ നിമിഷത്തിലും, ഓരോ സെക്കൻഡ് നമുക്ക് പരമാത്മാവിന്റെ ഓർമ്മ ഉണ്ടായിരിക്കണം, പാരലൗകിക അച്ഛന്റെ ഓർമ്മ ഉണ്ടായിരിക്കണം. 3-ാമത്തെ നമ്മൾ പറഞ്ഞു അലൗകിക അച്ഛൻ, നമ്മുടെ ബ്രഹ്മബാബ. ബ്രഹ്മബാബയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ശിവബാബ അതായത് പരമാത്മാവ് ബ്രഹ്മബാബയുടെ ശരീരത്തില്, ഈ വൃദ്ധ ശരീരത്തില് വന്ന് പ്രവേശിച്ചല്ലോ. ഈ വൃദ്ധ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഏത് ഈശ്വരീയ ജ്ഞാനമാണോ തന്നത് അത് തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ആളാണ്. ജീവിതത്തിൽ അത് ചെയ്ത് കാണിച്ചു തന്ന ആളാണ് ബ്രഹ്മബാബ. അതാണ് അലൗകിക അച്ഛൻ. അപ്പൊ ബ്രഹ്മബാബയും നമ്മുടെ അച്ഛനാണ് അല്ലേ? അതാണ് അലൗകിക അച്ഛൻ. അങ്ങനെ നമുക്ക് 3 അച്ഛന്മാരാണ് ഉള്ളത്.
അപ്പൊ അലൗകിക അച്ഛനായ ബ്രഹ്മബാബയെ നമ്മൾ ഫോളോ ചെയ്യണം. ശിവബാബയെ അല്ല, അതായത് പരമാത്മാവ് പറഞ്ഞതുപോലെ ചെയ്തല്ലോ, എക്സാമ്പിളാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ ബ്രഹ്മബാബയെ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പൊ ലൗകികച്ഛൻ, പാരലൗകികച്ഛൻ, അലൗകികച്ഛൻ, അങ്ങനെ 3 അച്ഛന്മാരുണ്ട് എന്ന് ബാബ പറയാം. ഇത് രഹസ്യമാണ്. ഈ രഹസ്യം നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം. दो बाप तो सब समझते हैं, लौकिक और पारलौकिक, और यह अलौकिक प्रजापिता ब्रह्मा फिर है. यह हम जानते हैं ब्रह्मा था, इसलिए ब्राह्मण देवी देवता नमा कहते हैं. ബാബ പറയാണ് 2 അച്ഛൻ്റെ കാര്യം എല്ലാവരും മനസ്സിലാക്കും. ലൗകിക അച്ഛനും പാരലൗകിക അച്ഛനും, ശരീരത്തിന്റെ അച്ഛനും ആത്മാവിന്റെ അച്ഛൻ. പക്ഷെ ബാബ പറയാണ് ഈ അലൗകിക പ്രജാപിത ബ്രഹ്മാവാണല്ലോ പിന്നെ അടുത്തതുള്ളത് അല്ലേ. ഈ പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറഞ്ഞാല് ബാബ പറയാണ്, നമ്മൾ കേട്ടിട്ടില്ലേ, ബ്രാഹ്മൺ അല്ലെ, ദേവി ദേവതായ നമഃ എന്ന് പറയും. ബ്രാഹ്മണ ദേവി ദേവതായ നമഃ. കാരണം എന്താ, ബ്രാഹ്മണനാണ് ദേവി ദേവതയായിട്ട് മാറുന്നത്. ബ്രഹ്മാവിലൂടെ ഈശ്വരൻ വന്ന് ജ്ഞാനം തന്നു, ബ്രാഹ്മണനാക്കി, ബ്രാഹ്മണനാണ് ദേവി ദേവതയായിട്ട് മാറുന്നത്. അതാണ് ബ്രാഹ്മണ ദേവി ദേവതായ നമഃ എന്നൊക്കെ പറയുന്നത് എന്ന് ബാബ പറയാം. എന്നിട്ട് ബാബ പറയാം, ബ്രഹ്മാ ഫിർഹേ യഹാം സംഗമയുഗ. ബ്രഹ്മാവ് എവിടെയാ? സംഗമയത്തില്. ബ്രാഹ്മൺ ബിജായേന, ബ്രാഹ്മണര് വേണമല്ലോ തീർച്ചയായിട്ടും ഇവിടെ. ब्राह्मण कोई ब्रह्मा के मुख वंशावली तोड़े ही है, जानते हैं അല്ലെ. അതായത് ബാബ പറയാൻ, ലോകത്തിൽ ബ്രാഹ്മണരുണ്ടല്ലോ, അവര് ബ്രഹ്മാമുഖത്തിലൂടെ ജനിച്ച ബ്രാഹ്മണരല്ല. അതായത് ബ്രഹ്മാമുഖവംശാവലി ബ്രാഹ്മണരല്ല അവരെന്ന് ബാബ പറയാം. അവർ ഓൾറെഡി ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതാണ് അല്ലെ. അപ്പൊ ജന്മം കൊണ്ട് അവര് ബ്രാഹ്മണരാണ്. പക്ഷെ നമ്മളെ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണൻ, കർമ്മം കൊണ്ട് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ബ്രാഹ്മണനായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. യേ നഹീ ജാനത്തെ കി കിസ്കോ കഹത്തെ ഹേ കോൻ സെ ബ്രാഹ്മൺ. ലോകത്തിലുള്ള ബ്രാഹ്മണർക്കും അറിയില്ല എന്തുകൊണ്ടാണ് അല്ലേ ബ്രാഹ്മണൻ എത്ര വിധത്തിലുണ്ട്, എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇതൊന്നും അവരറിയുന്നില്ല എന്ന് ബാബ പറയാം. അപ്പോ നമ്മൾക്ക് ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനാവേണ്ടത്, കർമ്മം കൊണ്ട് ബ്രാഹ്മണനായിരിക്കണം. അതിനർത്ഥം എന്താ, ബ്രാഹ്മണന്റെ കർമ്മം ഈശ്വരന്റെ ഓർമ്മയിലായിരിക്കും, ശ്രേഷ്ഠ കർമ്മമായിരിക്കും. അതാണ് ബാബ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ബാബ പറയാ, തുംഹോ പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണൻ. നമ്മള് പുരുഷോത്തമ സംഗമയുഗി ബ്രാഹ്മണരാണ്. വഹേ കലിയുഗി, ലോകത്തിലുള്ളവര് കലിയുഗി ബ്രാഹ്മണരാണ്. യഹേ പുരുഷോത്തമ സംഗം യുഗ് ജബ് തും മനുഷ്യ സെ ദേവത ബനത്തെ ഹോ. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇവിടെ നമ്മൾ മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറുകയാണ്. ദേവി ദേവത ധർമ്മ കി സ്ഥാപന ഹോ രഹി ഹെ. ദേവി ദേവത ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. तो बच्चों को सब പോയിന്റ്स ധാരൺ करनी है और फिर സർവീസ് करनी है. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, എല്ലാ പോയിന്റ്സും ധാരണ ചെയ്യണം അല്ലെ. ബാബയുടെ സേവനമൊക്കെ ചെയ്യണമെന്ന് ബാബ പറയാ. പൂജ കർണേ വ ശ്രാദ്ധ ഖാനെ പർ ബ്രാഹ്മൺ ലോക ആത്തെ. പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രാദ്ധം കഴിക്കാൻ പറയില്ല മരിച്ചവർക്ക് വേണ്ടിയിട്ട്. ആ ശ്രാദ്ധം കഴിക്കാൻ വേണ്ടി ബ്രാഹ്മണരെ കൊണ്ടുവരുമല്ലോ. ശ്രാദ്ധം വെക്കുന്ന സമയത്ത് ബ്രാഹ്മണനെയാണല്ലോ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരെ കഴിപ്പിക്കുകയൊക്കെ ചെയ്യും. അതേപോലെ ബാബറെ ഉൻസേ ഭി തും ചിറ്റ്ചാറ്റ് കർ സക്തേ ഹോ, തുമകോ സച്ചാ ബ്രാഹ്മൺ ബനാ സക്തേ. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ. ബ്രാഹ്മണനിലെ ആത്മാവിനെ വിളിക്കും, എന്നിട്ട് അവരിലൂടെ സംസാരിക്കും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ എന്ന് ബാബ പറയണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ നമ്മളെ ബാബ സത്യമായ ബ്രാഹ്മണനാക്കി മാറ്റാം. അപ്പൊ പണ്ട് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിലും ആത്മാവ് നല്ല പവർഫുൾ ആയിരിക്കണം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമൊന്നും ആത്മാക്കൾക്ക് ശക്തിയൊന്നുമില്ല. അത്ര നല്ല ബ്രാഹ്മണാത്മാവ് ഉണ്ടെങ്കിൽ, അത്ര പ്യുവറായിട്ടുള്ള ബ്രാഹ്മണാത്മാവ് ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ അങ്ങനെയൊക്കെ ഒരിക്കലും ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. എന്നിട്ട് ബാബ പറയാ, തുമകോ സച്ചാ ബ്രാഹ്മൺ ബനാ സക്തേ ഹേ, അഭി ബാദോം കാ മാസ് ആതാ ഹേ, സബി പിതരോം കോ ഖിലാത്തെ ഹേ.
ये वह भी युक्ति से करना चाहिए, नहीं तो कहेंगे ब्रह्मा कुमारियों के पास जाकर सब कुछ छोड़ दिया है. അതേപോലെ ബാബ പറയണ ഇപ്പം എന്താണ് പ്രത്യേക നല്ല മാസമാണ് അല്ലെ, അതായത് ഈ പിതൃക്കൾക്ക് കൊടുക്കുന്ന മാസം. ഇപ്പം നമ്മുടെ ഇതിൽ കർക്കിടക മാസത്തിൽ ഒരുപാട് ബലിയൊക്കെ ഇടുമല്ലോ, ഇത് കഴിയുമ്പോൾ ഇനി ബലിയൊക്കെ ഇടാൻ തുടങ്ങും. അപ്പൊ ബാബ പറയണ പിതൃക്കളെ കഴിപ്പിക്കുകയും കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ, അതിനുള്ളൊരു മാസമായിട്ടാണ് പറയുന്നത്. അപ്പൊ ബാബ പറയണ നിങ്ങൾ വളരെ യുക്തിയോടെ പറഞ്ഞു കൊടുക്കണം. അത് നമ്മൾ വെറുതെ ഇങ്ങ് പറഞ്ഞു കൊടുക്കല്ല, വളരെ യുക്തിപൂർവ്വം പറഞ്ഞു കൊടുക്കണം. ഇനി അവ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കാൻ അറിയണവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയും. അപ്പൊ മനസ്സിലാക്കിക്കോളും വിളിച്ചിട്ടേ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞാൽ നിങ്ങൾ വളരെ യുക്തിപൂർവ്വം പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് പറയും, ആ ബ്രഹ്മകുമാരുടെ അടുത്ത് പോയിട്ട് എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പം ഈ പൂജയൊക്കെ ചെയ്യുന്ന ബ്രാഹ്മൺസ് ഉണ്ടാവുമല്ലോ, അവർക്ക് നിങ്ങളിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർക്കും പറഞ്ഞു കൊടുക്കണം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ യുക്തിപൂർവ്വം ഒക്കെ ചെയ്യണം അല്ലേ. അതാ പറഞ്ഞ പിന്നെ ആരും പറയരുതല്ലോ ബ്രഹ്മകുമാരി സ്ഥലത്ത് പോയിട്ട് എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. ഐസെ കുച്ചിനെ കർണ ഹെ ജിസ്മെ നാരാസ്. അതായത് ആർക്കും നമ്മളോടൊരു വെറുപ്പുണ്ടാവാൻ പാടില്ല. നമ്മളോടൊരു വെറുപ്പുണ്ടാകുന്ന രീതിയിലൊന്നും പോയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കരുത്. നമ്മൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ബാക്കി അവർ ജഡ്ജ് ചെയ്തോട്ടെ, അവരുടെ ചോയ്സ് അല്ലേ. വെറുപ്പൊന്നും ഉണ്ടാക്കരുത്, തർക്കിക്കാനൊന്നും പോകരുത്. നമ്മൾ യുക്തി സെ തും ജ്ഞാൻ ദേ സക്തേ ഹോ, യുക്തിയോടെ നിങ്ങൾക്ക് ജ്ഞാനം കൊടുക്കാൻ പറ്റും. ജറൂർ ബ്രാഹ്മൺ ലോഗ് ആയെങ്കി തബ് തോ ജ്ഞാൻ ദേങ്കേ നാ. തീർച്ചയായിട്ടും ബ്രാഹ്മണര് വരും, ഈ ബലിയൊക്കെ ഇടാൻ വേണ്ടിയിട്ടേ ബ്രാഹ്മൺസ് വരുമല്ലോ. അപ്പൊ ബാബ പറയാ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജ്ഞാനമൊക്കെ കൊടുക്കാൻ പറ്റും. ഇസ് മാസ് മേ തും ബ്രാഹ്മണോ കി ബഹുത്ത് സർവീസ് കർ സക്തേ. ഈ മാസം ബ്രാഹ്മണരുടെ സർവീസ് ഒക്കെ ഒരുപാട് ചെയ്യാൻ പറ്റുമെന്ന് ബാബ പറയാം. പിതൃക്കൾക്ക് കൊടുക്കുന്നത് ബ്രാഹ്മണർ തന്നെ വേണമെന്നൊക്കെയാണല്ലോ നിയമം. അപ്പൊ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ, അങ്ങനെ സർവീസ് ഒക്കെ ചെയ്യാൻ പറ്റും. തും ബ്രാഹ്മൺ തോ പ്രജാപിത ബ്രഹ്മ കെ ഔലാദ് ഹോ. നമ്മൾ ബ്രാഹ്മണര് പ്രജാപിത ബ്രഹ്മാവിന്റെ മക്കളാണ്. ബത്താവോ ബ്രാഹ്മൺ ധർമ്മ കിസ്നെ സ്ഥാപൻ കിയാ. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ബ്രാഹ്മണ ധർമ്മം ആരാ സ്ഥാപിച്ചത്, ആരാണ് ബ്രാഹ്മണൻ, ബ്രാഹ്മണധർമ്മം എങ്ങനെയാണ് സ്ഥാപിച്ചത്, ബ്രാഹ്മണധർമ്മത്തിൽ വന്നാൽ പിന്നെ എന്തായിട്ട് മാറാം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം നമ്മൾ. അതാ ബാബ പറയുന്നേ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. തും ഉന്നോം കാബി കല്യാൺ കർ സക്തേ ഹോ ഗർവായിട്ട്. അപ്പൊ ബാബ പറയാം, നിങ്ങൾക്ക് അവരുടെയൊക്കെ മംഗളം ചെയ്യാം, വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്യാമെന്ന് പറയാം അല്ലേ. കാരണം നോട്ടീസൊക്കെ കൊടുക്കാൻ പറഞ്ഞില്ലേ ബാബ, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബാബ പറയാം ജैसे अमरनाथ की यात्रा पर जाते हैं तो वे सिर्फ लिखत से इतना नहीं समझेगा. അമർനാഥ ക്ഷേത്രത്തിലൊക്കെ പോയാലേ അവിടെ മനുഷ്യര് കേവലം എഴുതി വെച്ചത് വായിക്കുമ്പോൾ മാത്രം അവർ അത്ര മനസ്സിലാക്കില്ല. അപ്പൊ നമ്മൾ അവർക്ക് പോയി പറഞ്ഞു കൊടുക്കാൻ പറയാം. വഹാം ബൈട്ട് സംജാന ചായി. അവിടെ പോയിട്ട് നിങ്ങൾ ഇരുന്ന് മനസ്സിലാക്കി കൊടുക്കണം. അമർനാഥിലൊക്കെ ഇരുന്ന്, അപ്പൊ അമർനാഥിലുള്ള മക്കൾക്കുള്ള സേവനമാണ്. അമർനാഥിലൊക്കെ പോയിട്ട് കുട്ടികൾ അവിടെ ഇരുന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഹം തുമക്കോ സച്ചി അമർനാഥിക്ക് കഥ സുനായി. പറഞ്ഞു കൊടുക്കണം, ഞങ്ങള് സത്യമായ അമരനാഥന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അമരനാഥൻ ആരാണ്? ശിവഭഗവാനാണ്. അപ്പൊ ആ അമരനാഥന്റെ കഥ കേൾപ്പിച്ചു കൊടുക്കണം. അമർനാഥ് തോ ഏക് കി ഹി കഹാ ജാതാ ഹൈ. അമർനാഥ് അർത്ഥാത് ജോ അമർപുരി സ്ഥാപൻ കരെ. അപ്പൊ ബാബ പറയാം, അമരനാഥൻ എന്ന് ആരെയാ പറയുന്നത്? ഒരു ശിവബാബയാണ് പറയുന്നത്, അല്ല ശിവനെയല്ലേ പറയുന്നത്. അപ്പൊ അമരനാഥൻ എന്ന് പറഞ്ഞാല് അമരപുരി സ്ഥാപിക്കുന്ന ആള്, അതാണ് അമരനാഥൻ. എന്നിട്ട് ബാബ പറയാ, വഹ സത്യുഗ് ഐസി സർവീസ് കർണേ പടേ. ഈ അമരനാഥൻ സ്ഥാപിക്കുന്ന അമരപുരിയാണ് സത്യയുഗം. ഇങ്ങനെയുള്ള സേവനമൊക്കെ നമ്മൾ ചെയ്യണം. വഹാം പൈദൽ ജാന പടത്താ ഹെ. അമരപുരിയിലേക്ക് കുറെ നമുക്ക് നടന്നു പോകേണ്ടതായിട്ടുണ്ട് പറയാം. അപ്പൊ ബാബറ അങ്ങനെ പോണം നമ്മൾ. ജോ അച്ഛേ അച്ഛേ ബഡേ ബഡേ ആദമി ഹോ ഉൻകോ ജാക്കർ സംജാന ചാഹിയെ. ആരാണോ നല്ല നല്ല വലിയ മനുഷ്യര്
അവർക്കൊക്കെ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, അവിടെ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കണം. സന്യാസിയും കബി തും ജ്ഞാൻ ദേ സക്തേ ഹോ, സന്യാസിമാരുടെ അടുത്ത് പോയിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. തും സാരി സൃഷ്ടിക്ക് കല്യാൺകാരി ഹോ, നമ്മൾ മുഴുവൻ സൃഷ്ടിയുടെയും മംഗളകാരികളായിരിക്കും. മുഴുവൻ സൃഷ്ടിയുടെയും മംഗളം ചെയ്യേണ്ട മംഗളകാരികളാകണം നമ്മൾ. ശ്രീമത് പർ ഹം വിശ്വ കാ കല്യാൺ കർ രഹേ ഹെ, ബുദ്ധി മേ യഹ് നശ രഹനാ ചാഹിയെ. ബാബ പറയാണ്, ശ്രീമത്തിലൂടെ നമ്മൾ വിശ്വത്തിന്റെ മംഗളം ചെയ്തുകൊണ്ടിരിക്കുക. ശ്രീമത്തിലൂടെ വിശ്വത്തിന്റെ മംഗളം ചെയ്യാണ്. ഇതും നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ ലഹരിയും വേണം. ഞാൻ ഭഗവാന്റെ ശ്രീമത്തിലൂടെയാണ് സേവനം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് നമ്മൾ ജ്ഞാനം പറഞ്ഞു കൊടുക്കണം. അച്ഛാ मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. इन्हीं बाबा धारणा പറയാം. धारणा के लिए मुख्य सार. जब एकांत व फुर्सत मिलती है तो ज्ञान की अच्छी अच्छी पॉइंट्स पर विचार सागर मदन कर लिखना है. അതായത് ബാബ പറയാണ്, എപ്പോഴാണോ നമ്മൾ ഏകാന്തമായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് സമയം കിട്ടുന്നത്, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ജ്ഞാനത്തിന്റെ നല്ല നല്ല പോയിന്റ്സിന്റെ മേലെ വിചാരസാഗര മദനം ചെയ്യണമെന്ന് ബാബ പറയാം. നല്ല നല്ല പോയിന്റ്സിന്റെ മേലെ വിചാരസാഗര മദനം ചെയ്ത് എഴുതാൻ പറയാണ് ബാബ. सबको संदेश पहुंचाने व सबका कल्याण करने की युक्ति रचने. അതായത് ബാബ പറയാ, എല്ലാവർക്കും സന്ദേശം എത്തിക്കണം. എല്ലാവർക്കും സന്ദേശം എത്തിക്കാനുള്ള അഥവാ എല്ലാവരുടെയും മംഗളം ചെയ്യുന്നതിനുള്ള യുക്തി നമ്മൾ രചിക്കണം. വികർമ്മോം സെ ബച്നെ കെ ലിയെ ദേഹി അഭിമാനി ബൻ ബാപ് കോ യാദ് കർണ ഹൈ. വികർമ്മങ്ങളെയൊക്കെ ജയിക്കാൻ വേണ്ടി ദേഹി അഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കണം. എന്നിട്ട് ബാബ പറയാ, അഭി കൊയ് ബി വികർമ്മ നഹി കർണേ. മക്കളെ, ഇപ്പൊ യാതൊരു വികർമ്മവും ചെയ്യരുത്. इस जन्म के किए हुए विकर्म बाप दादा को सच सच सुनाണ്. ഇനിയും നമ്മൾ ഒരു വികർമ്മവും ചെയ്യരുത്. ഇതുവരെ ചെയ്ത വികർമ്മങ്ങളെല്ലാം നമ്മൾ ബാബയെ സത്യമായിട്ട് കേൾപ്പിക്കണം. ഈ ജന്മത്തില് ബാബയെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഓർമ്മ വെച്ച നാൾ മുതൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ബാബയെ കിട്ടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും നമ്മൾ സത്യമായിട്ട് ബാബയെ കേൾപ്പിക്കൂ എന്ന് ബാബ പറയാം. ഇനി ബാബ വരദാനം പറയാ, अढ़ल भावी को जानते हुए भी श्रेष्ठ कार्य को प्रत्यक्ष रूप देने वाले सदा समर्थ भव. അതായത് ഉറച്ച ഭാവിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ കാര്യത്തെ പ്രത്യക്ഷ രൂപത്തിൽ കൊണ്ടുവരുന്ന സദാ സമർത്ഥനായി ഭവിക്കട്ടെ. അതാ ബാബ പറയുന്നേ, നയേ ശ്രേഷ്ഠ വിശ്വ ബനने की भावी अटल होते हुए भी समर्थ भव के वरदानी बच्चे सिर्फ कर्म और फल के, पुरुषार्थ और प्रारब्ध के निमित्त और निर्माण के कर्म फिलोसफी अनुसार निमित्त बन कार्य करते हैं. അപ്പൊ ബാബ പറയാണ്, പുതിയ സൃഷ്ടി അല്ലേ, പുതിയ ശ്രേഷ്ഠമായ വിശ്വം ഉണ്ടാക്കാനുള്ള ഭാവി ഉറച്ചതാണ്. എന്തായാലും ഇവിടെ പുതിയ സൃഷ്ടി വരിക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ ഉറപ്പുള്ള കാര്യമാണെങ്കിലും ബാബ പറയാണ്, സമർത്ഥനായി ഭവിക്കട്ടെ എന്ന വരദാനം കിട്ടിയ കുട്ടികൾ, ഭഗവാന്റെ അടുത്ത് നിന്ന് സമർത്ഥനായി ഭവിക്കട്ടെ എന്ന വരദാനം കിട്ടിയ കുട്ടികൾ കേവലം എന്ത് ചെയ്യണം? കർമ്മവും ഫലവും, കർമ്മം ചെയ്താൽ ഫലം കിട്ടുമല്ലോ, അപ്പൊ കർമ്മവും ഫലവും
അതേപോലെ പുരുഷാർത്ഥവും പ്രാരബ്ധവും, പരിശ്രമവും അതിൽ നിന്ന് കിട്ടുന്ന പ്രാപ്തിയും, അതേപോലെ നിമിത്തവും നിർമ്മാണവും. ഞാൻ നിമിത്തമാണ് അല്ല, അതേപോലെ വിനയഭാവം. ഈ കർമ്മ ഫിലോസഫി അനുസരിച്ച് നിമിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. കർമ്മവും ഫലവും, പരിശ്രമവും പ്രാപ്തിയും, അതേപോലെ നിമിത്തവും വിനയവും. ഇത് കർമ്മധേയം അനുസരിച്ച് വേണം, അല്ലെ, കർമ്മ ഫിലോസഫി അനുസരിച്ച് നമ്മൾ നിമിത്തമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. ദുനിയാ വാലോംകോ ഉമ്മീദ് നഹി ദിഖായി ദേത്തി. ലോകത്തിലുള്ളവർക്ക് വലിയ ആശയമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നിരാശരാണ്, അല്ലേ? നമ്മൾ ലോകത്തിലെ മനുഷ്യരെത്ര നിരാശരാണ്. तो आप कहते हो यह कार्य अनेक बार हुआ है, अभी भी हुआ ही पड़ा है, क्योंकि इस परिवर्तन के प्रत्यक्ष प्रमाण के आगे और कोई प्रमाण की आवश्यकता ही नहीं है. അപ്പം ലോകത്തിലുള്ള മനുഷ്യർക്ക് ഒക്കെ നിരാശയാണ്. എന്താ ഇങ്ങനെയൊക്കെ നടക്കണത്, എന്തൊരു കഷ്ടമാണ്, എന്തുകൊണ്ട് നടക്കണം, അങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത്. എന്നാൽ നമ്മൾ എന്താ പറയാ, ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ പറയും എന്ത്, ഈ കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം സംഭവിച്ച കാര്യങ്ങളാണ്. ഇതൊന്നും പുതിയതല്ലല്ലോ, ഒരുപാട് കാലങ്ങളായിട്ട് സംഭവിച്ചതാണ്. നേരത്തെ സംഭവിച്ചിരുന്നു, അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അത് നമുക്കറിയാം. അത് കാരണം എന്തുകൊണ്ടറിയോ? സ്വപരിവർത്തനത്തിന്റെ പ്രത്യക്ഷ തെളിവ് അല്ലേ, സ്വപരിവർത്തനത്തിന്റെ പ്രത്യക്ഷ തെളിവിന്റെ മുന്നില് വേറെ ഒന്നിന്റെ ആവശ്യം. കാരണം നമ്മള് പരിവർത്തനപ്പെടുകയാണ്. നമ്മളുടെ പരിവർത്തനത്തിലൂടെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പൊ ബാബ പറയാ, സ്വയം പരിവർത്തനപ്പെട്ടിട്ട് ഒരാൾ പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു തെളിവിന് ഒന്നും വേണ്ട. അതാ ബാബ പറയണത്. അപ്പൊ നമ്മുടെ മാറ്റം, ഇവര് ബ്രഹ്മകുമാരീസിൽ പോയിട്ട് ഇവർ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇവരുടെ സ്വഭാവത്തിന് വളരെ വ്യത്യാസമുണ്ട്. ആ ഒരൊറ്റ മാറ്റം കൊണ്ട് മനുഷ്യർ മനസ്സിലാക്കും. പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല പറയുകയാണ് ബാബ. എന്നിട്ട് ബാബ പറയാ, സാത്ത് സാത്ത് പരമാത്മാ കാര്യ സദാ സഫൽ ഹേ. അപ്പൊ അതോടൊപ്പം പരമാത്മാവിന്റെ കാര്യം സഫലമാവുക തന്നെ ചെയ്യും. കാരണം എന്താ, നമ്മൾ പരിവർത്തനപ്പെട്ടിട്ടാണല്ലോ കാണിച്ചു കൊടുക്കുന്നത്. അതാ ബാബ പറയുന്നേ. ഇനി ബാബ സ്ലോഗൻ പറയുന്നത്, കഹന കം കർണ ജ്യാദ, യഹ് ശ്രേഷ്ഠ ലക്ഷ്യ മഹാൻ ബനാദേക. അതായത് പറയുന്നത് കുറച്ച്, ചെയ്യുന്നത് കൂടുതൽ. അല്ല, അപ്പം ഞാനത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ പുരുഷാർത്ഥം ചെയ്യും, ഇങ്ങനെ പുരുഷാർത്ഥം ചെയ്യും, അങ്ങനെ ഒരു മാറ്റം എന്നിൽ വരും, ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ, അങ്ങനെ ഒന്നും പറയാൻ നിൽക്കണ്ട, ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ചിലർ പറഞ്ഞു ഞാൻ മാറും, എത്ര കാലം കൊണ്ട് മാറും. അങ്ങനെയല്ല, ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്തും അങ്ങനെ തന്നെയാണ്. പറയുന്നത് കുറവും ചെയ്യുന്നത് കൂടുതലും ആയിരിക്കണം. ഇതാണ് ശ്രേഷ്ഠ മഹാൻ ലക്ഷ്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഈ ലക്ഷ്യം വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഓക്കെ. ഇനി ബാബ അവ്യക്ത സൂചന പറയാം. അവ്യക്ത ഇഷാരെ सहज योगी बनना है तो परमात्मा प्यार के അനുഭവി ബനോ. സഹജയോഗിയായി മാറണമെങ്കിൽ ആ പരമാത്മാവിൻ്റെ സ്നേഹം, ആ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയായിട്ട് മാറൂ. सेवा में व स्वयं की चढ़ती कला में सफलता का मुख्य आधार है एक बाप से अटूट प्यार. സേവനത്തില് അതേപോലെ സ്വയം ഉയരുന്ന കല, എനിക്ക് എന്നെ ഉയർത്തണം, അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ സേവനത്തിലും സ്വയത്തിന്റെ ആ ഉയർന്ന കലയിൽ പോകണം എന്നുള്ള ആഗ്രഹം, അത് സഫലമാക്കാനുള്ള മുഖ്യ ആധാരം ഒരു ബാബയോട് ഉറച്ച സ്നേഹം. ബാബയോട് നമുക്ക് അത്രയും സ്നേഹം വേണം. ബാബയോട് നമുക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറാൻ പറ്റും. ബാബയുടെ സേവനം നന്നായി നടക്കും. അതാ ബാബയോട് അത്രയും സ്നേഹം വേണം. ബാബയ്ക്ക് സിവായി ഓർ കുച്ച് ദിഖായി നാതെ. ബാബയല്ലാതെ വേറൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഒൺലി ബാബ, അല്ലേ? ബാബയെ മാത്രം ഞാൻ കാണുന്നു. संकल्प में भी बाबा, बोल में भी बाबा, कर्म में भी बाप के साथ. ऐसे लवलीन स्तुति में रह एक शब्द भी बोलेंगे तो वह स्नेह के बोले.
ദൂസരി ആത്മാ കോ ബി സ്നേഹമേ ബാന്ധ് ദേംഗെ. അതായത് ബാബ പറയാണ്, സങ്കല്പത്തില് ബാബ, സങ്കല്പത്തില് ബാബ, വാക്കില് ബാബ, കർമ്മത്തില് ഞാൻ ബാബയുടെ കൂടെ. അങ്ങനെ നമ്മള് ബാബയുമായിട്ട് ലൗലീന സ്ഥിതിയിൽ ലയിച്ചിരിക്കുന്ന ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ലൗലീന സ്ഥിതിയിൽ ലയിച്ചിരിക്കുന്ന സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ബാബ എന്ന ശബ്ദം അല്ലെ, ആ ഒരു സ്നേഹത്തോടെയുള്ള വാക്കുകൾ പറയുമ്പോൾ ആ സ്നേഹത്തിന്റെ വാക്കുകള് മറ്റ് ആത്മാക്കൾക്കും സ്നേഹത്തിന്റെ തുള്ളി കൊടുക്കും. അപ്പൊ നമ്മള് ബാബയുടെ ഓർമ്മയില്, ബാബയുടെ സ്നേഹത്തില് എന്ത് പറയും, ബാബയുടെ ജ്ഞാനം പറയുമ്പോൾ ആ വാക്കുകളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും സ്നേഹത്തിന്റെ തുള്ളികൾ അനുഭവിക്കാൻ പറ്റും, അനുഭവിക്കാൻ സാധിക്കുമെന്ന് പറയാം. ഐസെ ലൗലീൻ ആത്മാക്ക ഏക് ബാബ ശബ്ദ ഹേ ജാദു മന്ത്രിക കാം കരേഗ. അപ്പൊ ബാബ പറയാണ്, ഇങ്ങനെ ബാബയുടെ സ്നേഹത്തില് ലയിച്ചിരിക്കുന്ന ആത്മാക്കളുണ്ടല്ലോ, ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന ആത്മാക്കളുടെ ഒരു ബാബ എന്ന വാക്ക് തന്നെ, ഒരു ബാബ എന്ന വാക്ക് തന്നെ മായാജാലത്തിന്റെ മന്ത്രം കാണിക്കും. മായാജാലമായിട്ട് ആ ഒരു മന്ത്രം, ആ മന്ത്രത്തിലൂടെ മായാജാലം നടക്കുന്നു പറയാം. ഈ മന്ത്രത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതൊരു മന്ത്രം, ഈ ഒരു മന്ത്രം മായാജാലം കാണിക്കും. ഈ മന്ത്രത്തിന് പ്രയോജനത്തിൽ വരും. ഈ മന്ത്രം പ്രയോജനത്തിൽ വരുന്നത് എപ്പോഴാണ്? ഭഗവാന്റെ ജ്ഞാനം ഉണ്ടല്ലോ. മായാജാലാവുന്നത് എപ്പോഴാണ്? നമ്മൾ അത്രയും ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരുന്നിട്ട് പറയുമ്പോൾ ആ സ്നേഹം മറ്റുള്ളവർക്ക് കിട്ടും. ബാബയോട് നമുക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്നും ആ സ്നേഹം മറ്റുള്ളവർക്കും തുള്ളിയായിട്ട് കിട്ടും. സ്നേഹത്തിൻ്റെ തുള്ളികൾ കിട്ടുന്ന ബാബ പറയും. ഓക്കെ, അപ്പം അത്രയും നമ്മൾ ബാബയുടെ സ്നേഹി മക്കളായിരിക്കണം. സങ്കല്പത്തിലും ബാബ, വാക്കിലും ബാബ, കർമ്മത്തിലും ബാബ, ബാബ 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 മാത്രമേ ഉള്ളൂ എനിക്ക്, വേറെ ആരുമില്ല അല്ലേ? അങ്ങനെ നമ്മളൊരു മിനിറ്റ് ഇത്രയും സ്നേഹത്തോടെ നമ്മൾ ബാബയെ ഓർമ്മിക്കണം. ओके, इतना प्यार से बाप को याद करना है. एक बाप, दूसरा ना कोई, ओनली एक बाप. അങ്ങനെ നമുക്ക് ഒരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം. അച്ഛാ, ഓം ശാന്തി.
ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി.